വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചേ. ഓക്കെ, ഓക്കെ. ഒരു ഗുഡ് മോർണിംഗ് എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ എല്ലാവരും മൈക്ക് ഓൺ ആക്കിയിട്ട്. മൈക്ക് വർക്കിംഗ് ആണോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. ശരി ശരി ശരി. ലുക്കുമാൻ പറഞ്ഞോടാ, കേട്ടില്ല ലുക്കുമാനെ നീ പറഞ്ഞത്. ആ എന്റെ സൗണ്ട് കേൾക്കുന്നെങ്കിൽ പലരും കൊണ്ട് കേൾക്കുന്നു. ശരി, ബുക്കൊന്നും അടച്ചു വെച്ചോ. ബുക്ക് അടച്ചു. അപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ പഠിച്ചു ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ നമ്മൾ പഠിച്ചു. പ്രഷർ അതാണ് നമ്മൾ പഠിച്ചത്. കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിച്ചു. ശരി. അല്ല ഇർഷാൻ കമൽ, ഗേജ് പ്രഷറിന്റെ ഫോർമുല എന്താ വരുന്നത്? ഇല്ല. ശരി, ഫോർമുലയായിട്ട് പറഞ്ഞ റോ 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 ഡെൻസിറ്റി HROG. ശരി, HROG. ഓക്കെ. ഫർസീനെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ സാധനം? വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? പ്രഷർ എക്സെപ്റ്റ് ബൈ ദ അറ്റ്മോസ്ഫിയർ. അബ്സല്യൂട്ട്ലി, ശരി ശരി. അല്ല അനീസ് സാറേ, ഇത് എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണോ? ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എല്ലാ സ്ഥലത്തും ഒരേ വാല്യൂ ആണോ അതോ ഡിഫറെന്റ് ആണോ? അനീസ, ശരി. എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും, പക്ഷെ കേട്ടതനുസരിച്ച് എനിക്ക് മനസ്സിലായി. കൃത്യമായി കേൾക്കാൻ പറ്റുന്ന റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഇന്നലെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇന്ന് പ്രശ്നമാണ് റേഞ്ചിന് കേട്ടോ. ഓക്കെ. മുഹമ്മദ് ഫറാൻ, ബുക്കാണ് ചോദിച്ചത്. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണോ അതോ മാറ്റമുണ്ടോ? ഫറാൻ, പിന്നെ എങ്ങനെയാണ്? ശരിയല്ല, മനസ്സിലാക്കിയിട്ടില്ല, അതാ പ്രശ്നം. മുഹമ്മദ് അഷ്കറെ, വാട്ട് അബൌട്ട് ദാറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ്? മുഹമ്മദ് അഷ്കറെ, കുറയും. ഹൈറ്റ് കൂടി എർത്ത് സർഫസിൽ നിന്ന് ഹൈറ്റ് കൂടി സ്ഥലത്തേക്ക് മുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. വിമാൻ അറിയാം വൈറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ് വാട്ട് ഹി ടോൾഡ്. എന്താണ് സംഭവിക്കുന്നത്? അല്ല 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 എന്താണ് why it happens? Why the atmospheric pressure decreases when we move up? അങ്ങനെ ഹൈറ്റ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയണേ എന്താ കാരണം? ഹൈറ്റ് കൂടുമ്പോൾ എങ്ങനെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയണേ? എന്താ കാരണം? എന്താ കാരണം? ഏഞ്ചൽ ബേബി ഇന്നലെ പറയാൻ പറ്റുള്ളൂ, ഒന്ന് പറഞ്ഞ എന്താ കാരണം? ഡെപ്ത് കുറയുമ്പോ
atmosphere pressure. Depth കുറയുമ്പോൾ atmosphere pressure കുറയാൻ കാരണം formula. Do you have any formula? HROG density. അങ്ങനെ പറയണം പരീക്ഷയ്ക്ക് അങ്ങനെ പറയണം. We have atmosphere pressure is equal to HROG, where H is the depth from the top of the atmosphere to the point. So when we move up, H decreases. Height is earthന്റെ സർഫസിൽ ഹൈറ്റ് കൂടുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം നമ്മുടെ H. അതാണ് ഭീമൻ പറയുന്നതിൽ കൺഫ്യൂഷൻ ആണ് നിന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. H is the distance from the top to the point, top of the atmosphere to the point. It decreases. When we move up, H decreases. അങ്ങനെ പറയണ ഇതില്ലേ, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഫുള്ളായി പറയണം. മാർക്ക് കിട്ടുന്ന മാത്രമല്ല, അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഭീമക്കെ ഇതിന്റെ എസ് യൂണിറ്റ് എന്താ? ഭീമക്കെ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ എസ് യൂണിറ്റ് എന്താ? പാസ്കൽ. വേറെ യൂണിറ്റ് ഉണ്ടോ ഭീമ? വേറെ യൂണിറ്റ് ഉണ്ടോ? ATM എഴുതാം. ശരി, ദുൽഫുക്കറെ വേറെ യൂണിറ്റ് ഏതാ അറിയാവുന്നത്? പ്രഷറിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ വേറെ യൂണിറ്റ് ഏതാ? BAR ആണോ? BAR ആണോ ഉദ്ദേശിച്ചത്? അതോ PAR? അത് സ്ഥലം പറഞ്ഞിട്ടില്ല. പിന്നെ ബാറിന്റെ സെൻസ് അറിയാം. ബാർ വെച്ചെന്താ? 1 ബാർ എത്രയാ സാധാരണ മാറ്റുമ്പോ? 1 ബാറിനെ മാറ്റിയ സെൻസ് ബാറിനെ മാറ്റിയ എങ്ങനെയാ? 1 ബാർ ഇസ് ഈക്വൽ ടു ബാറിന്റെ വാല്യൂ ഓർക്കുള്ളൂ, ATM ഓർക്കുള്ളൂ. ATM എത്രയാ? 1.013 into 10⁵. റോസ്മരിയാ ഒരു ബാർ എത്രയാ? ഒരു ബാർ എത്ര പാസ്കലാ? 10⁵ ആണ്. ശരി, വേറെ അസൽ വെച്ചില്ല, വേറെ ഓർക്കുണ്ടോ? വേറെ ടോറാണ്, ഒരു ടോറാണ്, ടോർ സെല്ലി. ശരി, അവിടെ നിൽക്കട്ടെ. ഇത്ര കാര്യങ്ങൾ ശരി, അത് നോക്കാം. എടുത്തേ, ബാക്കി കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോ അനീറ്റ് ആരാണ്ട് തോന്നുന്നുണ്ട് കാര്യങ്ങൾ ചോദിച്ചു. സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നോക്കാം. അത് ഇന്ന് പറയാനാണ് ഞാൻ പറഞ്ഞു. നോക്കിയോ, ഇന്ന് അടുത്ത കാര്യത്തിലേക്ക് പോകും. ഇത് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് പേര് എഴുതണില്ല. അപ്പൊ എഴുതല്ലാതെ പോയിന്റ് പുതിയ പോയിന്റുകളായിട്ട് ഒരുപാട് പറഞ്ഞോണം, വൈഡായിട്ട് പറഞ്ഞോണം. കാരണം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ് സാറേ ആ പോയിന്റ് മനസ്സിലായില്ല. 1-2 പേര് എമ്മിനൊക്കെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിന്നായിരുന്നു. എന്നോട് ചോദിച്ചു സാർ ആ പോയിന്റ് എങ്ങനെ എഴുതി വന്നെ, എങ്ങനെ ആൻസർ വന്നെ എന്ന് നിങ്ങൾ ചിന്തിച്ചോളാം. ഏഞ്ചൽ വേവിട്ട് ചോദിച്ചപ്പോൾ ആൻസർ പറയുമ്പോൾ അവിടെ ഒരു ഒഴുക്കുകൾ കിട്ടൂല. ഭീമ പറയത്തൊക്കെ സ്റ്റക്കായി പോടണ്ടോ? അത് നമ്മൾ തന്നെ അങ്ങനെ പഠന രീതി യഥാർത്ഥത്തിൽ ആ പഠന രീതി ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സാധനം വായിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക, പഠിക്കുക, അത് തന്നെ വേണം. ആ പഠന രീതി തന്നെ വേണം. ശരി, ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പോയിന്റിലേക്ക് പോകുന്നത്. അടുത്ത പോയിന്റ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഡോട്ട് ഇട്ടായി, ചിലവർ ആരോ ഇട്ട് എഴുതും, ചിലപ്പോൾ പുതിയ പോയിന്റ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പുതിയ പോയിന്റുകളായിട്ട് എഴുതുക. എർത്ത് സർഫസ് ആണ് ഇത്, എർത്ത് ആണ്, എർത്ത് സർഫസ് ആണ്. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10⁵ പാസ്കൽ ഇവിടെ PA അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എർത്തിൽ നമ്മൾ ഒരു വെള്ളം എടുത്തു, എർത്തിൽ ഒരു കുഴി പറഞ്ഞോ, ബോർഡ് കണ്ടു, ബോർഡ് ഉണ്ടല്ലോ, കാണില്ല അല്ലേ? നോക്കട്ടോ, നിങ്ങൾക്ക് ബോർഡ് വന്നിട്ട് പറഞ്ഞു മറന്നുപോയി. ഇപ്പൊ ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞു. ഓക്കെ, കേട്ടോ. നൗ യു ഹാവ് നോക്കി നമ്മൾ എർത്ത് സർഫസ് എടുത്തു. എർത്ത് സർഫസ് എടുത്തിട്ട് കേട്ടോ, ശ്രദ്ധിച്ചോളാം. പുതിയ ഐഡിയയിലേക്ക് പോവാണ്. അത് കൃത്യമായി എഴുതാൻ പറ്റണം. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഞാൻ ഫിഗർ ഞാൻ വെറുതെ വരയ്ക്കാം. എന്നിട്ട് ഈ എർത്ത് സർഫസിൽ നമ്മളൊരു ഒരു കുഴിച്ചു, ഒരു കിണർ കുഴിച്ചു. സപ്പോസ് അത് നിറയെ വെള്ളം, ടാങ്കിൽ നിറയെ വെള്ളം. ഓക്കെ, ഈ വെള്ളത്തിന്റെ അടിയിൽ ഒരു പോയിന്റ് എടുത്തു. ഇവിടെ വെള്ളത്തിന്റെ അടിയിൽ ഒരു പോയിന്റ് എടുത്തു. ആർക്കെങ്കിലും പറയാമോ ഇവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? ഈ വെള്ളത്തിന്റെ അടിയിലെ പോയിന്റിലെ പ്രഷർ എത്രയായിരിക്കും? ആരാ പറയുന്നത്?
എങ്ങനെ ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കും? അതെ, മനസ്സിലായിട്ട് വരച്ച ഇതുപോലെ ഇത് ഞാനൊരു സിംബോളിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നിനക്ക് മനസ്സിലായ സാധനം എഴുതാവുള്ളൂ. ഞാൻ പറയുന്ന മെത്തേഡ് ആദ്യം മനസ്സിലാക്കുക. ഒരു സാധനം ഞാൻ പറയും, ആ പറയുന്നതിൽ ഓരോന്നും മനസ്സിലായത് കുറിച്ച് പോവുക. ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ അതിന്റെ ഒപ്പം വരച്ച് അങ്ങനെ ഒരു നോട്ട് എഴുതുന്നുണ്ട് സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ. അതിന് ഗുണമില്ല. ലെക്ചർ നോട്ട് അല്ലെങ്കിൽ ഈ മെത്തേഡ് എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായത് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. അപ്പൊ മനസ്സിലാവുന്നവരെ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഐ ആം ഇൻട്രോഡ്യൂസിങ് എ ന്യൂ കോൺസെപ്റ്റ്, റൈറ്റ്? ശരി. അപ്പോ വെള്ളത്തിന്റെ അടിയിൽ ഒരു പോയിന്റ്, ആ പോയിന്റിലെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? ആരാ പറഞ്ഞത്? സംശയം കേൾക്കട്ടെ. സർ ഗേജ് പ്രഷർ ചെയ്യണത് ഫ്ലൂയിഡിന്റെ അകത്ത്. ഫ്ലൂയിഡിന്റെ അകത്ത് ഗേജ് പ്രഷർ എടുക്കണം. അബ്സല്യൂട്ട്ലി കേട്ടോ. അതായത് ഫ്ലൂയിഡിന്റെ അകത്തെ. അപ്പൊ ഇവിടെ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ടുള്ള പിള്ളേരെ ഇവിടെ കിണർ കുത്തിയാക്കാന്ന് ഞാൻ പറഞ്ഞു. കിണറിങ്ങനെ കുത്തിയാക്കുക. അപ്പൊ ഇവിടുത്തെ ഗേജ് പ്രഷർ എന്തായാലും എടുക്കണം. ആസ് ലൈക്ക് ഹി ടോൾഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗേജ് പ്രഷർ. അപ്പൊ ഇത് എച്ച് ആയിട്ട് എടുക്കണം. ഇത് എച്ച്, ഈ കുഴി എച്ച്. ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി റോ, പിന്നെ ജി. മനസ്സിലായിക്കോ? അപ്പൊ ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തായാലും എച്ച് റോ ജി എടുക്കണം. കേട്ടോ ഞാൻ പറയട്ടെ? അത് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കുക എച്ച് റോ ജി. ഇത് മാത്രം മതിയോ? ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങളുടെ ഡിസ്കഷനിലേക്ക് വിടുക. ഞാൻ ഡിസ്കഷനിലേക്ക് വിടുകയാണ്. ഇപ്പൊ എഴുതുകയല്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ പറയുക വേണ്ടേ. എന്നിട്ട് ആയി കഴിയുമ്പോൾ പോയിന്റ് എഴുതുക. അങ്ങനെ ആവട്ടെ പഠന രീതി. അങ്ങനെ പഠിച്ചു വരട്ടെ. പറ, ആരാ പറയണേ? ഹാൻഡ് റൈസ് ചെയ്യാം. ഇത് മാത്രം മതിയോ? ഹാൻഡ് റൈസ് ചെയ്തേ. കൃഷ്ണവർ ബേസിലെ ഇത് മാത്രം മതിയോ? പറഞ്ഞ നീ. അബ്സല്യൂട്ട്ലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടെ വേണം. കാരണം ഇതിന്റെ മുകളിൽ വേറൊരു ഫ്ലൂയിഡ് ഉണ്ട്. അവിടെ ഓൾറെഡി അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. കാരണം അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വെള്ളം അടച്ചു വെച്ചിട്ടൊന്നുമില്ല. അല്ലെ അറ്റ്മോസ്ഫിയർ എയർ ഉണ്ടല്ലോ. എയർ ആക്ട് ചെയ്യില്ലേ? എർത്ത് സർഫസിൽ എവിടെ വെച്ചാൽ എയർ ആക്ട് ചെയ്യില്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷർ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ പ്രഷർ? ടോട്ടൽ പ്രഷർ അറ്റ് ദിസ് പോയിന്റ്, ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു കണ്ടോ? പുതിയ പോയിന്റ് വന്നുണ്ടോ? പുതിയ പോയിന്റ് വന്നുണ്ടോ? ആസ് ലൈക്ക് ക്രിസ്റ്റഫർ ടോൾഡ്, ആസ് ലൈക്ക് ഹി ടോൾഡ്, അറ്റ്മോസ്ഫിയർ എയറിൽ തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനും അറ്റ്മോസ്ഫിയർ പ്രഷർ ആദ്യമുണ്ട്. പിന്നെ അതിന്റെ കൂടെ വെള്ളത്തിൽ എവിടെയെങ്കിലും മുങ്ങിയിരിക്കുവാണോ, ആ വെള്ളത്തിന്റെ ആസ് ലൈക്ക് സൺഷാറ്റോട് വെള്ളത്തിന്റെ ഗേജ് പ്രഷറോടെ വരും. അപ്പൊ എച്ച് കൊടുത്തു. അപ്പൊ ഒരു സ്ഥലത്തെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നല്ല പ്രോബ്ലം ചെയ്യും. ഒരു സ്ഥലത്തെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും മനസ്സിലാക്കുക, അറ്റ്മോസ്ഫിയർ എല്ലാ സ്ഥലത്തും എയർത്തിൽ എടുക്കുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അയാളൊരു പ്രഷർ എപ്പോഴും ഉണ്ടാവും. പ്ലസ് ഇനി അതിന്റെ കൂടെ ഉണ്ടോന്ന് നോക്കണം. ഇപ്പൊ നമ്മുടെ മേത്ത് ആര് മാത്രമേ ഉള്ളൂ? ഇപ്പോ ഞാൻ ഇങ്ങനെ പുറത്തിരിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മേത്ത് എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ പ്രഷർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെള്ളത്തിന്റെ അടിയിലേക്ക് താന്നാൽ ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് അപ്പൊ നമ്മൾക്ക് അറ്റ്മോസ്ഫിയർ അവിടെ മേത്തില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, അറ്റ്മോസ്ഫിയർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിൽ ആക്ട് ചെയ്ത് നമ്മുടെ അടുത്തേക്കും വരും. നമ്മൾ വെള്ളത്തിലല്ലേ നിൽക്കണം. നമ്മുടെ മേത്ത് വെള്ളം എയർ ഇടിച്ചില്ല എന്നുകൊണ്ട് കാര്യമില്ല. അറ്റ്മോസ്ഫിയർ എങ്ങനെ തുറന്നിരിക്കുകയാണ് വെള്ളത്തിലേക്ക്. അപ്പൊ വെള്ളത്തിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കും. അപ്പൊ ആ പ്രഷർ നമ്മുടെ മേത്തേക്ക് ഒരു വെള്ളത്തിന്റെ അടിയിൽ നിൽക്കും. പ്ലസ് പ്രഷർ ബൈ ദ വാട്ടർ, ബൈ ദ ലിക്വിഡ്, ദാറ്റ് ഇസ് കോൾഡ് എച്ച്. ഇത് തിരിഞ്ഞ കോലത്തിൽ എഴുതി വെക്കാം. ഫിഗർ വേണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഇത് തിരിഞ്ഞ കോലത്തിൽ നിർബന്ധമായി പുതിയ പോയിന്റായിട്ട് എഴുതി വെക്കുക. സംശയം ചോദിക്കുക. ഇപ്പോഴാണ് എഴുത്ത് നടക്കണ്ടേ. ഞാൻ പഠിപ്പിക്കാം, നിങ്ങൾ എഴുതാൻ പഠിപ്പിക്കാം, നോട്ട് എഴുതാൻ. ഇപ്പോഴാണ് എഴുത്ത് നടക്കേണ്ടത്. ഇപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുത്. പ്രശ്നം പറ സാറെ, തിരിഞ്ഞിട്ടില്ല സാറേ, ഇത് എങ്ങനെ എഴുതാം പറയൂ. എവിടെയാ സംശയം വന്നത്? എവിടെയാ സ്പെസിഫൈ ചെയ്യാൻ പറ്റും? അല്ല, ഇത് ഫുൾ ഒന്നും പറഞ്ഞു. അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കേട്ടോ പറഞ്ഞുതരാം. അറ്റ്മോസ്ഫിയർ സൗണ്ട് ഓഫ് ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അറ്റ്മോസ്ഫിയർ എപ്പോഴും എർത്തിന്റെ സർഫസിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെള്ളത്തിന്റെ മുകളിലാണെങ്കിലുണ്ട്, നമ്മുടെ മുകളിലാണെങ്കിലുണ്ട്, കസേരയിലുണ്ട്, നമ്മുടെ ബുക്കിലുണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞത്? അത് ഓക്കെയാണ്. നമ്മളൊരു വെള്ളത്തിലേക്ക് ഒരു സാധനം മുങ്ങിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് സാധനം ഒരു ഫ്ലൂയിഡിലായി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും?
ഫ്ലോ അല്ല, ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? വീണ്ടും പ്രഷർ കൊടുക്കും അല്ലെ? അങ്ങനെ മനസ്സിലായില്ല. എയർ എന്ന് പറഞ്ഞുതരാം. ഒരു ഫ്ലൂയിഡില് ഈ H2O ഇന്നലെ ഞാൻ പഠിപ്പിച്ചില്ല നമ്മളെ, ഒരു ഫ്ലൂയിഡില്, ഒരു വെള്ളത്തില് അല്ലെങ്കിൽ ഒരു എയറില് ഈ എയർ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടായത് എങ്ങനെയാ? എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആക്ട് ചെയ്താലല്ലേ H2O ആണോ? അതെ. ഈ എയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള H2O ആക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടായ? അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടായത്. അപ്പൊ നമ്മൾ അത് ഫിക്സ് ചെയ്തു. എർത്ത് സർഫസിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് 1.013 to 10⁵ പാസ്കലാണ്. ഓക്കെ ആണോ? ഓക്കെ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ, ഇതിപ്പോ എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആണല്ലോ, ഇത് കൂടാതെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയാലോ? അപ്പൊ ഫ്ലൂയിഡ് മാറിയില്ലേ? എയർ ആണോ ഇപ്പോ? അല്ല, പുതിയ ഫ്ലൂയിഡ്. അതാണ് ഞാൻ റെഡ് വെച്ച് കാണിച്ചത്. അത് തിരിയണം. അപ്പൊ അതിന് ചോദിച്ചാൽ ചിലർക്ക് തിരിയില്ല, മിണ്ടൂല്ല, അവര് പ്രശ്നമാണ്. ഈ റെഡ് വെച്ച് കാണിച്ചാൽ അത് പുതിയ ഫ്ലൂയിഡ് ആണ്. ചിലപ്പോൾ വെള്ളമായിരിക്കാം, ചിലപ്പോൾ പെട്രോൾ ആയിരിക്കാം, ചിലപ്പോൾ സീയിലായിരിക്കാം, ചിലപ്പോൾ ഓഷ്യനിലായിരിക്കാം, ചിലപ്പോൾ കിണറിലായിരിക്കാം, ചിലപ്പോൾ മെർക്കുറിയിലായിരിക്കാം. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, പുതിയൊരു ഫ്ലൂയിഡ് ഒന്നും എയർ അല്ലാതെ. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ ഓൾറെഡി അവിടെ ഉണ്ട്. പ്ലസ് നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് വീണ്ടും മുങ്ങി, അല്ലെങ്കിൽ ഒരു സാധനത്തേലും വീണ്ടും താത്തി. അപ്പൊ അതിനകത്ത് ഫ്ലൂയിഡ് ഈ ഏതിലാണോ താത്തിയ ആ ലിക്വിഡ് വീണ്ടും പുതിയ പ്രഷർ ഉണ്ടാക്കും. അപ്പൊ അതിനെ വീണ്ടും ഗേജ് പ്രഷർ നമുക്ക് വിളിക്കാം. അത് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം ഫാത്തിമ? അത് കണ്ടുപിടിക്കാൻ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഏത് ഫോമിൽ ഉപയോഗിക്കണം? H2O ഉപയോഗിക്കണം. അതിനകത്ത് H ആ ഫ്ലൂയിഡിലെ പൊക്കം മാത്രമേ എടുക്കാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ H ഫ്ലൂയിഡിലെ പൊക്കം മാത്രം. ഇപ്പൊ ഫാത്തിമ ചോദിച്ചപ്പോൾ ഞാൻ അത് സ്പെസിഫൈ ചെയ്തത്. വീണ്ടും വീണ്ടും പിള്ളേരെ എഴുതണം പതുക്കെ. പറഞ്ഞോ. ഇല്ല, അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു പാത്രം എടുത്തുന്നോ, ഇവിടെ ഒരു ടാങ്ക് എടുത്തുന്നോ ഒക്കെ പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചോ, ഒരു പ്രശ്നവും. എർത്തിന്റെ സ്ഥലം സാധാരണ പറയാം. നിങ്ങൾ ഒരു ടാങ്ക് എടുത്തു. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ടാങ്ക്, വെള്ളത്തിന്റെ ടാങ്ക് വീടിന്റെ മുകളിൽ, അതിന് അറ്റ്മോസ്ഫിയർ പ്രഷർ സെയിമാണ്. നമ്മുടെ മേത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ സെയിമാണ്. എർത്തിലെ എല്ലാ സ്ഥലത്തും നല്ല പൊക്കത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴേക്കാണ് ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ മാറുന്നതായിട്ട് കണക്കാക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഫിക്സഡ് ആയിരിക്കും. ഒരുപാട് പൊക്കത്തിലേക്ക് പോയി പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മാറുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എടുത്തോളൂ. അല്ലെങ്കിൽ 10⁵ നിർത്താൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ 1.013 to 10⁵ പാസ്കൽ എടുത്തോളാം. പ്ലസ് വെള്ളത്തിൽ മുങ്ങിയാൽ അതോടെ ആഡ് ചെയ്തോളാം. അപ്പൊ അതും ആക്ട് ചെയ്യും. അപ്പൊ ആ H എന്തിന്റെ എടുക്കാവുള്ളൂ? വെള്ളത്തിന്റെ മാത്രമേ എടുക്കാവുള്ളൂ. ഇത് 10 മീറ്റർ ആണെന്ന് കൂട്ടിക്കോ. ഇവിടെ മുതൽ ഇവിടം വരെ 10 മീറ്റർ അത് എടുക്കണം. റോ ആ വെള്ളത്തിന്റെ ഏതും ആവാം, വെള്ളോ മെർക്കുറി, ജി പിന്നെ കോൺസ്റ്റന്റ്. അപ്പൊ അതോടെ ആഡ് ചെയ്തോളൂ. ഇങ്ങനെയാണ്. ഓക്കെ ശരി. നമുക്കൊരു പ്രോബ്ലം ചെയ്യണം. എങ്ങനെയാണ് ഇത് ക്ലിയർ ആണെങ്കിൽ ആ ഒരു കേസ് കൂടെ പറയാം, എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഒരു കേസ് കൂടെ അങ്ങനെയാണ്. അപ്പോ ഇത്ര കാര്യങ്ങൾ ഓക്കെ. മുന്നോട്ട് പോട്ടെ. പ്രോബ്ലം ചെയ്യാനൊക്കെ ഓക്കെ ആയാലോ അല്ലേ? അത്യാവശ്യം കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് സംശയം ഇപ്പൊ പറഞ്ഞിട്ടോ. അതുമായി ബന്ധപ്പെട്ട പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ, ഗേജ് പ്രഷർ, സംശയം ഇപ്പൊ പറഞ്ഞോ. പറയാം. ഇതിനെ ക്ലോസ് ചെയ്തു. ഇതിനെ പൂർണ്ണമായും ക്ലോസ് ചെയ്തു. ഒട്ടും എയർ കയറാതെ പൂർണ്ണമായും ക്ലോസ് ചെയ്തു. എങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ റോൾ ചെയ്യാം. പിന്നെ അറ്റ്മോസ്ഫിയർ അവിടെ ആക്ട് ചെയ്യും. ഉറപ്പാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കുപ്പിയെ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കാൻ നല്ലതാണ്. ഒരു കുപ്പി, ഒരു കൊക്കക്കോളയുടെ തന്നെ കുപ്പി എടുക്കുക. ഓക്കെ, ഇത് കുപ്പി എടുക്കുക. നിറച്ച് വെള്ളം നിറക്കും. ഒരു ചെറിയ ഹോൾ ഇടുക. ഓക്കെ, എന്നിട്ട് വെള്ളം നിറയ്ക്കും. അപ്പൊ ഈ ഹോൾ ഇട്ടാൽ സ്വാഭാവികമായിട്ട് വെള്ളം പുറത്തേക്ക് തെറിക്കും. എന്താ പുറത്തേക്ക് വെള്ളം തെറിക്കണേ? ഇവിടെ അറ്റ്മോസ്ഫിയർ വന്ന് ഇങ്ങനെ പ്രഷർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ പ്രഷർ കാരണമാണ് ഇങ്ങനെ ഇതിൽ കൂടെ വന്ന് വെള്ളം പുറത്തേക്ക് തെറിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പുറത്തേക്ക് തെറിക്കും. ഇവിടെ അടപ്പ് വെച്ച് അടച്ചു നോക്കി, ഈ വെള്ളം തെറിക്കാൻ നിൽക്കും. വെള്ളം പിന്നെ പുറത്തേക്ക് പോവില്ല, വെള്ളം തെറിക്കില്ല. പിന്നെ വേണേൽ നിങ്ങൾ കുപ്പി ഞെക്കണം. അപ്പൊ നിങ്ങൾ വീണ്ടും പ്രഷർ എക്സ്ട്രാ ഉണ്ടാക്കും. നമ്മളൊന്നും മനസ്സിലാക്കിയപ്പോ കുപ്പിയുടെ അടപ്പ് വെച്ച് അടച്ചാൽ പിന്നെ ഈ വെള്ളം പുറത്തേക്ക് തെറിക്കില്ല. ചുമ്മാ അടച്ച കുപ്പി എന്ന് വെച്ച് നോക്കി, വെള്ളം പുറത്തേക്ക് തെറിക്കില്ല. കുപ്പിയുടെ അടപ്പ് തുറന്നാൽ വീണ്ടും വെള്ളം പുറത്തേക്ക് വരും. അതെന്താ കുഴപ്പം? അടപ്പ് തുറക്കുമ്പോഴത്തേക്കും
ഈ അറ്റ്മോസ്ഫിയർ ഇവിടെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിച്ചോളൂ, പറഞ്ഞു. ഈ മോളിത്തേലല്ലേ ഈ എച്ച്, ഇത് ഫിക്സഡ് ആ കാൽക്കുലേറ്റ്. ഇനി നമ്മൾ ഇതിന്റെ പുറകെ എച്ചിന്റെ പുറകെ നടക്കണ്ട, ഇത് ഫിക്സഡ് ആ. ഈ വാല്യൂ കൊടുത്താൽ നമ്മൾ അതിന്റെ എച്ചോ അറ്റ്മോസ്ഫിയറിന്റെ എച്ചോ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഒറ്റ വാല്യൂ. അത് 1.013 കൊടുത്താലും കുഴപ്പമില്ല, ചുമ്മാ 10�5 കൊടുത്താലും തെറ്റൊന്നുമില്ല. കാരണം ചെറിയ മാറ്റമല്ലേ ഉള്ളൂ. 10⁵ എന്ന് കൊടുത്താൽ മതി, അങ്ങനെ പഠിച്ചാൽ 1,00,000. 10⁵ 1 2 3 4 5 1,00,000 പാസ്കൽ പ്ലസ് എച്ച് എടുത്താൽ മതി. ആവശ്യമുള്ളത് എഴുതാൻ പഠിക്കരുത്. എന്ത് കേട്ടാലും പുതിയതാണ് എഴുതിക്കോളൂ. ശരി, ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റ് പറയാം. പുതിയതാണ്, വേറൊരു സാധനമാണ്, വേറെ അടുത്തൊരു പോയിന്റാണ് ഇതുമായി ബന്ധപ്പെട്ട, പക്ഷെ വേറെ പോയിന്റ് ആയിട്ട് തന്നെ എഴുതണം. ഇങ്ങനെ ഒരു ഷേപ്പ് എന്നൊന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പ് നോക്കിയിട്ട്, ഇങ്ങനെ വെള്ളം, ഇങ്ങനെ ഒരു ഷേപ്പ്, ഒറ്റ ഇതാണ്, ഒറ്റ പോക്ക്. ഇങ്ങനെ ഒരു സാധനം. ഇങ്ങനെ ഒരു ഷേപ്പ് തന്നിട്ട് ഇതിനകത്ത് ഏതിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം എന്ന് ചോദിക്കും. വെള്ളം എന്നല്ല, പല രീതിക്ക് ചോദിക്കാം. ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാണ്. എന്നിട്ട് ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ഫ്ലൂയിഡ് നിറച്ചാൽ ഓക്കെ. ഇങ്ങനെ 3 സ്ഥലം എ ബി സി, 3 ഷേപ്പാ. 3 ഷേപ്പുള്ള 3 ലെസനാണ്. എല്ലാത്തിന്റെ പൊക്കം സെയിം. ഇവിടം വരെ എച്ച് ആണ്, ഇവിടം വരെ എച്ച് ആണ്, ഇവിടം വരെ എച്ച് ആണ്. വെള്ളത്തിന്റെ എമൗണ്ട് വ്യത്യാസം. ഓക്കെ. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ എ ബി സി ഇവിടെ കൊടുക്കട്ടോ. എ ബി സി ഏതിലായിരിക്കും കൂടുതൽ പ്രഷർ? എയിലായിരിക്കും, ബിയിലായിരിക്കും, സിയിലായിരിക്കും കൂടുതൽ പ്രഷർ? ഇതാണ് ചോദ്യം. ഏതിലായിരിക്കും? ആരാ പറഞ്ഞത്? എ എന്ന് പറഞ്ഞ പോയിന്റിലാണോ, ബി എന്ന് പറഞ്ഞ പോയിന്റിലാണോ, സി എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും കൂടുതൽ പ്രഷർ എക്സെർട്ടഡ് ബൈ ദ ലിക്വിഡ്? ഇതൊക്കെന്താ എല്ലാരും ആൻഡ്രൈസ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ആൻഡ്രൈസ് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഞാൻ റിമൂവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും കേട്ടോ. അസിഡാനജി ഫോൺ ഇച്ചിരി ബാക്കിലേക്ക് ഇറക്കി വെച്ച് എന്നിട്ട് ആൻഡ്രൈസിലേക്ക് ഞാൻ കാണണ്ടേ പിള്ളേരെ, എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. മൈൻഡ് കേസും റെയ്മന്റെ കൈ മുമ്പ് കാണുന്നില്ല. ഇതാ റെസ്പോണ്ട് ചെയ്തേ നിങ്ങള്. ക്ലാസ്സിൽ ഇരിക്കുകയല്ലേ, അതോ നിങ്ങൾ വേറെ വല്ല പണിക്കിരിക്കുകയാണോ? ഹാൻഡ് റൈസ് ചെയ്ത് പിടിച്ചേ, ഞാൻ കാണട്ടെ. വിശാല് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നോ? കണ്ടില്ല മുഹമ്മദ് വിശാലൊന്നും. ആ ശരി. മുഹമ്മദ് ഫർഹാൻ എവിടെയാ? ഹാൻഡ് റൈസ് ഒന്നുമില്ല, ആൻസറും ഇല്ല, ഒന്നുമില്ല, ഹാൻഡ് റൈസിംഗും ഇല്ല, ഒന്നുമില്ല. വെറുതെ പൈസ കൊണ്ട് തരികയാണ്, ആണോ? അതാണ് ഉദ്ദേശം. മുഹമ്മദ് ഫർഹാൻ ശരി, നന്നായി. ഓക്കെ, കേട്ടോ കേട്ടോ, ശരി. ഒന്ന് പറഞ്ഞ അക്മലെ, ഏതാ അക്മൽ? ഏതാ നിന്റെ ആൻസർ? സാറേ അതിപ്പം ഏതാ പറയാ, ബി ആണോ? ബി ആണോ? കാരണം അല്ലാതെ രണ്ടെണ്ണത്തിന് ഫോഴ്സ് ഒരുമിച്ച് വരുമല്ലോ, അങ്ങനെയല്ല. സിയിലെ ഏതുള്ളത്? ശരി ശരി. വാട്ട് ഈസ് യുവർ ആൻസർ? മൈൻ പിഎസ് ബി ആണ്. ബി ആണോ? വാട്ട് ഈസ് യുവർ ആൻസർ റിസ്വിൻ? ബി. സനിഷാദ്, വാട്ട് ഈസ് യുവർ ആൻസർ? മൂന്നിനും സെയിം ആണോ? മൂന്നിനും സെയിം ആണോ? അങ്ങനെ കാരണം വെള്ളത്തിന്റെ അളവിനെ പറ്റി നമ്മുടെ ഫോർമുല ഇല്ലല്ലോ.
അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് ആൻസർ. കറക്റ്റ് ടെർമിനോളജി അവർ ഉപയോഗിച്ചു സാറേ. കാരണം വെള്ളത്തിന്റെ അളവ് നോക്കേണ്ട ആവശ്യം നമ്മൾ പ്രഷറിന്റെ ഫോർമുലയിൽ പറയുന്നില്ല. ഇതാണ് വെള്ളത്തിന്റെ അളവ് എന്തോരം ഉണ്ടെന്ന് നോക്കാൻ ആരും പറയുന്നില്ല. വെള്ളത്തിന്റെ പൊക്കം മാത്രം നോക്കാനാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഡെൻസിറ്റി ഉണ്ടാവും. അപ്പൊ ബോധം പറയണം. ഇതിനാണ് ശരിക്കും പറയുന്നത്, ഈ സാധനത്തിനാണ് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നാണ് ഇതിന്റെ വാക്ക്. ഈ ഷേപ്പ്, ഈ 3 ഷേപ്പ് വെച്ചിട്ട് 3ന്റെ പ്രഷർ സെയിം ആണെന്ന് പറയുന്ന സാധനത്തിന്റെ പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്താണെന്ന് ചോദിക്കില്ല. പക്ഷെ ഈ ഷേപ്പ് നിന്നിട്ട് നിങ്ങളുടെ പ്രീവിയസ് ബോർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഏതിലാണ്, എയിലാണോ ബിയിലാണോ സിയിലാണോ പ്രഷർ കൂടുതൽ. അപ്പൊ നമ്മൾ പറയേണ്ട പോയിന്റ് എന്താ, എന്തൊക്കെ പോയിന്റ് നമ്മൾ പറയണം നമ്മൾ പറഞ്ഞേ ദേവിക, എന്ത് പോയിന്റ് നമ്മൾ പറയണം വെച്ചേ പരീക്ഷയ്ക്ക് എഴുതുമ്പോ ആൻസർ എഴുതുമ്പോ എന്ത് പോയിന്റ് എഴുതണം? അപ്പൊ അത്ര പറഞ്ഞാൽ മതി. പ്രഷറിൽ വോളിയം ആക്ട് ചെയ്യാൻ അത് മാത്രം പറഞ്ഞാൽ മതിയോ? ഭംഗിയാക്കി പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സി. എന്നിട്ട് എന്ത് പറയും? ബിക്കോസ് എന്ത് പറയും? ബിക്കോസ് കേട്ടോ, വി ഹാവ് എന്ത് പറയും പോലെ പ്രഷർ, അങ്ങനെ ഫോർമുല പറയണം. എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ്, പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ്, അങ്ങനെ പറയണ്ട കേട്ടോ. കേട്ടോ, എഴുതി കഴിഞ്ഞാൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട്. P is equal to H rho G. വി ഹാവ് നമ്മുടെ കയ്യിൽ ഇതിനാണ് മാർക്ക്. പ്രഷർ H rho G. Therefore it depends only on height and density. ഇങ്ങനെയാ പരീക്ഷയ്ക്ക് എഴുതുന്നത്. And not on the volume. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതണം. അങ്ങനെ പഠിപ്പിക്കണേ ഞാൻ. Here H and rho are same at A, B, C. Therefore pressure at A is equal to pressure at B is equal to pressure at C. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞു എഴുതാൻ പഠിച്ചിരിക്കുന്നത് പറഞ്ഞത് ഞാൻ പഠിപ്പിക്കില്ല. 2-3 എഴുതുക പഠിച്ചോളാം. +2ലേക്ക് കയറുമ്പോ പിന്നെ ഇങ്ങനെ പറയാ, ക്വസ്റ്റ്യൻ ആൻസർ തരരുത്, അങ്ങനെ നിങ്ങൾ പറയണം. ദേവിക പറഞ്ഞതിന് പോയിന്റ് പോയി, പോയിന്റ് ഇല്ല. രാവിലെ ഭീമ പറഞ്ഞതിന് പോയിന്റ് ഇല്ല. കറക്റ്റ് ആൻസർ അല്ല, അതൊന്നും സയന്റിഫിക് ആൻസർ അല്ല, അതൊന്നും എന്തോ തട്ടിക്കുട്ടി ആൻസറാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രിന്ററിനോട്ട് നോക്കി അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാതെ പഠിക്കാൻ തുടങ്ങും. അതാണ് പ്രശ്നം. അങ്ങനെ കാണാതെ പഠിക്കരുത് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞോ, പ്രശ്നം പറഞ്ഞു. കൃഷ്ണാനന്ദ എഴുതിയാ? ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഹൈറ്റ് ആൻഡ് ഡെൻസിറ്റി റോ, അത് വെച്ച് വേറെ കുറെ ചോദ്യം ചോദിക്കാലോ. അതുകൊണ്ട് അതും എഴുതാൻ പറഞ്ഞു. എന്തോരം ചോദ്യം ചോദിക്കാം, ധാരാളം ചോദ്യം ചോദിക്കാം. ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണെങ്കിലോ ചുമ്മാ ആൻസർ പറയണം. ഞാൻ ഇപ്പൊ നീ ചോദിച്ചപ്പോ പറഞ്ഞോളൂ. ഓരോരുത്തര് വെള്ളം, ഓരോരുത്തര് ഹണി. ഇതിനകത്ത് ഹണിയാണ്, ഇതിനകത്ത് വാട്ടറാണ്. ഒരേ പൊക്കം, രണ്ടുപേർക്കും 10 മീറ്റർ, രണ്ടുപേർക്കും 10 മീറ്റർ. ഇവിടെ എ, ഇവിടെ ബി. ആർക്ക് ചുമ്മാ എഴുതണമെന്നില്ല. ആർക്കായിരിക്കും മുഹമ്മദ് വിശാലെ പ്രഷർ കൂടുതൽ? രണ്ടുപേർക്ക് സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അതല്ല രണ്ടുപേർക്ക് സെയിം ഹൈറ്റ് ആവണം. സെയിം ആയിരിക്കും, പക്ഷെ ഇത് വാട്ടറാണ്, ഇത് ഹണിയാണ്. ഡെൻസിറ്റി പ്രഷർ മാറി. പക്ഷെ നമ്മുടെ കേസിലോ, മുകളിലത്തെ കേസിൽ ഒരേ ലിക്വിഡാണ്, കണ്ടില്ലേ? അതാ ഞാൻ ഒരേ ലിക്വിഡ് തന്നെ ഉപയോഗിച്ചത്. അപ്പൊ എനിക്ക് ഡെൻസിറ്റി സെയിമാണ്, ഹൈറ്റും സെയിമാണ്. ഇതൊക്കെ നിങ്ങൾ ബോധപൂർവ്വം എഴുതണം. ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും.
ഇതിന്റെ പേര് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അങ്ങനെയാണ് ഈ ഒരു ഷേപ്പിനെ പൊതുവെ വിളിക്കുന്ന പേര്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. പേരൊന്നും അത്ര ആവശ്യമില്ല, ഇത് NCERT കാണാൻ പേര്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ശരി, നോക്കാം നമുക്ക്. എക്സാമ്പിൾ 10.2 ഒന്ന് എടുത്തേ. എക്സാമ്പിൾ 10.2. എക്സാമ്പിൾ 10.2 ഒന്ന് എടുത്തേ, ഞാൻ നെക്സ്റ്റ്. നോക്കിയോളൂ, എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല. നിങ്ങളെല്ലാം നോക്കി എക്സാമിന് പോയി വായിച്ചെന്ന് വായിച്ച ഏഞ്ചൽ വരിക നോക്കട്ടെ. വായിച്ച പോലെ ഏഞ്ചൽ വരിക ഇതിൽ വരിയില്ലേ? വായിച്ച കേട്ടെ. What is the pressure on a swimmer 10 meters below the surface of a lake? എന്താ തന്നാണ് അതിന്റെ ഡീറ്റെയിൽ വല്ല തന്നിട്ടുണ്ടോ? ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട. ഹൈറ്റ് 10 മീറ്റർ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ താഴെ ഹൈറ്റ് 10 മീറ്റർ, പ്രഷർ 1000 കിലോഗ്രാം. അതല്ല നമ്മുടെ ഡെൻസിറ്റി കുറിച്ച് പറഞ്ഞോ? ഇല്ല. ശരി ശരി, ചെയ്തോ ചെയ്തോ. എന്റെ ആൻസർ നോക്കണ്ട, ക്വസ്റ്റ്യൻ അത്രയല്ലേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ അല്ലേ? കൊടുത്തു ചെയ്തോ. ഞാൻ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്, ചെയ്യാനുള്ളത് എല്ലാം തന്നിട്ടുണ്ട്. ചെയ്തോ. ആൻസർ നോക്കരുത്, ചെയ്തോ. 10.2. What is the pressure? ഒന്ന് വായിച്ച് ക്വസ്റ്റ്യൻ വായിച്ച്. What is the pressure? What is the pressure on a swimmer 10 meters below the surface of a lake? ശരി, 10 meters below. What is ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്? What is the pressure on a swimmer 10 meters below the surface of a lake? ലേക്ക് എന്നൊക്കെ പറയുന്ന വാക്കിന് പ്രത്യേകതയുണ്ട്. ലേക്ക്, കായൽ, കടലല്ല, രണ്ടാ. കായലും കടലും രണ്ടാ. അതാണ് ചോദ്യത്തിന്റെ പ്രത്യേകതയാണ്. എന്താ ആൻസർ? ഹാൻഡ് റൈസ് ചെയ്തേ. ആൻസർ കിട്ടിയ ഹാൻഡ് റൈസ് ചെയ്തേ. കണ്ടേ ഐഡിയ കിട്ടിയ കൃഷ്ണാനന്ദ പറഞ്ഞേ. എങ്ങനെയാ പോലെ എന്റെ ആൻസർ പോണേ, കൺസെപ്റ്റ് പോണേ എങ്ങനെയാ? ഒരു മിനിറ്റ്. എങ്ങനെയാ അതിന്റെ ഐഡിയ എടുക്കണേ? എങ്ങനെയാ ഐഡിയ? h = 10 meter. അതെ, ലേക്കിന്റെ താഴെ h = 10 meter ആയിട്ട് എടുക്കുന്നത്. ശരി, അപ്പൊ ഇവിടെയാണ് ഈ ആ സ്വിമ്മർ നിൽക്കുന്നത്, ഇവിടെയാണ് ലേക്കിന്റെ ഇത്ര താഴെ 10 meter. അപ്പൊ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ പ്രഷർ പ്രഷർ h rho g. മതിയാ? അത് മാത്രം മതിയാ? rho = 10 cube. ഒരു മിനിറ്റ്. ആ പറഞ്ഞ കറക്റ്റാ, അത് കറക്റ്റാ പറഞ്ഞത്. h 10 meter ആണ്. 10 into റോ ഫ്രഷ് വാട്ടർ ആണ്, ലേക്കല്ലേ. വാല്യൂ തന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ ഡെൻസിറ്റി 10⁻³ എടുത്തോളാം, 1000, റൈറ്റ്? 10⁻³ ഇൻറ്റു ഇത് വേണ്ടിയിട്ട് എളുപ്പത്തിന് 9.8 എടുക്കാണ് നല്ലത്. അല്ല, എന്റെ ചോദ്യം കൃഷ്ണാന്റെ, ഇവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് മാത്രം മതിയോ കൃഷ്ണാന്റെ? പോരാ. അവിടെയാണ് പ്രശ്നം. ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. യു ഹാവ് ടു ആഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കണ്ടോ സാർ? അവിടെയാണ് പ്രശ്നം. അറ്റ്മോസ്ഫിയറിക്, അതാണ് വാട്ട് ഈസ് ദ പ്രഷർ എന്ന് വെച്ചാൽ. ഈ സ്വിമ്മറിന്റെ മുഖത്ത് എത്ര പ്രഷർ ഉണ്ട്? നമ്മളൊക്കെ h മാത്രമാണ് കൂട്ടും. ചെറിയ ചോദ്യം. h മാത്രം കൂട്ടും അല്ല, അറ്റ്മോസ്ഫിയർ പ്രഷറോട് ആഡ് ചെയ്യണം. അപ്പൊ എന്തോടെ ആഡ് ചെയ്യണം? 10⁵5 പ്ലസ്. അപ്പൊ 10⁵5 പ്ലസ് 10⁴ ഇൻറ്റു 9.8. ഈ 10⁵5 10⁴ എത്രയാവും?
എത്രയാവും അനന്തു പി എം? 10⁵5 10⁴. അലിയാസിന് എത്രയാവും? ഒന്നും ആവില്ല. ഇത് കൂട്ടാൻ പറ്റില്ലല്ലോ. ഇത് കൂട്ടാൻ പറ്റില്ല. അതാണ് അവൻ സംശയം. 10⁵5 into 10⁴ കൂട്ടാം. 10⁵5 plus 4. ഇത് ഇങ്ങനെ ഫോമിൽ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇത് ഇൻഡ്യൂ ഇങ്ങനെ കിടക്കുകയാണ്. ബോർഡ് മാസ് കൊടുക്കണ്ടല്ലോ, ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 10⁵5 പ്ലസ് അത് ചെയ്യണം. എന്നിട്ട് അത് 10⁵ ന് 1,00,000 എഴുതിയിട്ട് ആഡ് ചെയ്യണം. അതേ പറ്റുള്ളൂ. 10⁴ into 9.8 എന്ന് പറയുമ്പോൾ 9,8 നിങ്ങളുടെ 4 0 ഇല്ലേ? അപ്പൊ 1 3 0 0 0 അല്ലെ? അങ്ങനെ വരില്ലേ? 1 4 0. അപ്പൊ ഇതിന്റെ ആൻസർ ആദ്യം നിങ്ങൾ അതിനെ മാറ്റണം. ഇത് 10⁵ അല്ലാതെ ആഡ് ചെയ്യാൻ പറ്റില്ല. 1 2 3 4 5 പ്ലസ് 9,8 0 0 0 ആണ്. ഇത്രയും ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആൻസർ. അത്രയും പ്രഷർ, അത്രയും പാസ്കൽ. ഇങ്ങനെ ആഡ് ചെയ്യണം, ഫുൾ ആഡ് ചെയ്യണം. പിന്നെ 1 1 2 3 4 5 1 2 3 5 ഉണ്ടാകും. 3 5 1 2 3 4 5 ഇങ്ങനെ ആഡ് ചെയ്യണം. 198 ഉണ്ടാകും. 198,000 പാസ്കൽ. അല്ലെങ്കിൽ 198 into 10⁵3 പാസ്കൽ എഴുതാതെ. സമാധാനത്തോടെ മനസ്സിലാക്കട്ടോ. ഒരുപാട് സാധനം ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ബോധപൂർവ്വം ചെയ്ത് കാണിക്കുകയാണ്. ഡൗട്ടുകൾ വേറെ കുറെ ഒക്കെ വരും ഇതിനകത്ത് കാൽക്കുലേഷനിൽ. തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ പുസ്തകമില്ല, ഞാൻ പുസ്തകം കണ്ടിട്ടില്ല. തെറ്റ് വരാം, അതാ ഞാൻ പറഞ്ഞത്. ഒരു ഇടക്ക് പല സാധനങ്ങളും ബിസി ആവുമ്പോഴേ തെറ്റ് വരാം. പിള്ളേർ പറയണം തെറ്റുണ്ടെങ്കിൽ. 10⁵3 പാസ്കൽ. വേറൊരു സബ്മറൈൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അത് നോക്കാനല്ല ടെക്സ്റ്റ് ബുക്ക് അന്വേഷിച്ചു പോയത്. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ 1 ആണോ 3 ആണോ അന്വേഷിച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് അന്വേഷിച്ചു പോയി. ഒരു സബ്മറൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻ കണ്ടു. അത് എക്സാം ഒരു 10.4 അല്ലേ? ഒന്ന് വായിച്ചു വെച്ചാ ക്വസ്റ്റ്യൻ വായിച്ചു വെച്ചേ. ആ ആ ആ ആ ശരി. ഓക്കെ, അതൊന്നും ചെയ്യണമെന്നല്ല. അതിനകത്ത് ഞാനേ അത് വായിച്ചപ്പോൾ, ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഈ ടോട്ടൽ പ്രഷറിനെ ഈ ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ ഫിസിക്സിലും ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ പെർഫെക്റ്റ്. അപ്പൊ ഫുൾ പ്രഷർ, ഫുൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തോളണം? അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് HRO കൂടെ ചെയ്യുമ്പോഴാണ് മൊത്തം കിട്ടുന്നത്. അതാണ് അബ്സല്യൂട്ട് വാല്യൂ, പക്ക വാല്യൂ. ടോട്ടൽ വിളിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എന്ന് വിളിക്കുന്നു. ശരി. അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഗേജ് പ്രഷർ എന്ന്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇത് രണ്ടോടെ കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് അബ്സല്യൂട്ട് പ്രഷർ. അല്ല, ചുമ്മാ അബ്സല്യൂട്ട് പ്രഷർ കാണാതെ പഠിച്ചാൽ പോരാ. ടോട്ടൽ പ്രഷർ ആണെന്ന് മനസ്സിലാക്കുക. അതിനൊരു പേരുണ്ടെന്നുള്ള അബ്സല്യൂട്ട് പ്രഷർ. ആ പ്രോബ്ലം ചെയ്തേ, കാണട്ടെ. ആ പ്രോബ്ലം ചെയ്തേ. അതിൽ ആ സി പാർട്ട് വേണ്ട, എയും ബിയും പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ആൻസർ നോക്കിയാൽ പിന്നെ നിങ്ങൾ വായിക്കണ്ട. നിങ്ങൾ ആൻസർ ആണെങ്കിലും നോക്കണ്ടേ, പിന്നെ വായിക്കണ്ട. എക്സാമ്പിൾ 10.4. അനിറ്റ മോളെ ഫൈനൽ ആൻസർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി.
കാൽക്കുലേറ്റർ അവിടെ എടുത്തു വെച്ച് ലാസ്റ്റ് സ്റ്റെപ്പിലും കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ ഇല്ലെങ്കിൽ അത് അപകടം, പണി കൂടുതല. ചെയ്ത് അങ്ങോട്ട് പോട്ടെ. നിമ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ മോളെ? നിമ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ചെയ്തോ, ശരിക്കും വായിച്ചു ചെയ്തോ. പറഞ്ഞോ. ഓഷ്യന്റെ സീ വാട്ടറിന്റെ ഒരേ ഡെൻസിറ്റി. അത് ക്യാമറ ഓഫ് ചെയ്യുന്ന ശരി, കിട്ടിയില്ല. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഫിദ ഫാത്തിമ പറഞ്ഞ പോലെ. ഫിദ ഫാത്തിമ കേൾക്കട്ടെ, എന്താ ഉള്ളത്? അതെ, എന്താ ചോദ്യം മോളെ? എന്താ ഫസ്റ്റ് ചോദ്യം? എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് റോജി ഗേജ് പ്രഷർ എന്ന് വിളിക്കാം. ഇതിനെ വേണമെങ്കിൽ ഗേജ് പ്രഷർ എന്ന് വിളിക്കാം, വേണമെങ്കിൽ. ഓക്കെ, എച്ച് റോജി. അപ്പൊ പറഞ്ഞു 10⁵ പ്ലസ് 1000 മീറ്റർ ആണോ? എല്ലാം എഡിലില്ലാട്ടോ. 1000 മീറ്റർ ആണോ? ഇൻറ്റു ഇത് മതി, ഇത്രയും പാസ്കലോ. ഓക്കെ, അർജുനെ ബി പാർട്ടിനെ ചോദിച്ചാൽ അർജുൻ പറഞ്ഞിട്ടുണ്ടോ? ഓഹോ, എളുപ്പായി. ശരി അർജുൻ, അടുത്ത എങ്ങനെ ഗേജ് ഗോഷ് ആസ് യു വിഷ്. ഗേജ് പ്രശ്നം എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞു എത്രയാ? ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം എടുത്ത് എഴുതിയാൽ അങ്ങനെ എടുത്ത് എഴുതിയാൽ. പക്ഷെ പിള്ളേർക്ക് ഒരു കൺഫ്യൂഷൻ കാണുമ്പോഴേ. അടുത്ത നല്ല ചോദ്യ പറയാം, ആരെങ്കിലും പറയാം. പ്രോബ്ലം ചെയ്യിക്കുന്ന ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ വേറെ കുറെ എല്ലാവരും കേൾക്കണമല്ലോ, കുറച്ച് കാര്യങ്ങൾ ഫിസിക്സ്. അതിനുവേണ്ടി ഒന്ന് പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ ബി. സി പാർട്ട് കിട്ടിയവരെ ആൻട്രീസ് ചെയ്തേ. സി പാർട്ട് റൈമല്ലേ? പുസ്തകമില്ലേ? അല്ല, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ചോദിച്ചത്. ശരി, കാണാൻ സമ്മത്. എന്താ സി പാർട്ട് പറഞ്ഞേക്കണേ? അതെ, ഫോഴ്സ് ആക്ടിങ്. എവിടത്തെ? അതെ, വിൻഡോയില്. ഫുള്ള് വായിച്ചിട്ട് പറ. ഫുള്ള് ക്വസ്റ്റ്യൻ വായിച്ച് വീണ്ടും 2-3 പ്രാവശ്യം വായിക്കും, വേറെ ശ്രദ്ധ പോവാതെ. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്ക്. സബ്മറൈൻ ആണെങ്കിൽ സബ്മറൈൻ്റെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സെപ്റ്റ് പോയി ആര്? അലീന, ഫോഴ്സ് എക്സെപ്റ്റ് പോയി ആര്?
ഫോഴ്സ് ആക്സെപ്റ്റഡ് ഓൺ ദ വിൻഡോ. ഇവിടെ വരുന്ന ഫോഴ്സ് എത്രയാണ്? പ്രഷർ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിൻഡോയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ് അലീന? ഈ വിൻഡോയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? ഇതല്ല, എത്ര വേണം പ്രഷർ? ഈ വിൻഡോയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? ആ സബ്മറൈനിൽ ആക്ട് ചെയ്യുന്ന പ്രഷറാണല്ലോ വിൻഡോയിൽ ആക്ട് ചെയ്യുന്നത്. സബ്മറൈനിലല്ലേ വിൻഡോ ഇരിക്കുന്നത്. നമ്മളാ ക്വസ്റ്റിനെ നിങ്ങൾ വൈഡായി വായിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ പ്ലസ് വൺ ക്വസ്റ്റ്യൻ വൈഡായി വായിക്കണം. ഒന്ന് സമാധാനത്തോടെ ആത്മാർത്ഥതയോടെ വായിക്കണം. അല്ലെ പറ്റൂല. മാത്സും അങ്ങനെ തന്നെയാട്ടോ. ഞാൻ പറഞ്ഞു ആത്മാർത്ഥതയോട് കൂടി വായിക്കണം. എനിക്ക് മനസ്സിലാവണം വേണ്ടി വായിക്കണം. അപ്പൊ കിട്ടും. അപ്പൊ സബ്മറൈനിലെ ആക്ടിയുടെ മുകളിൽ കണ്ടുപിടിച്ചാക്കുള്ളത് ഈ വാല്യൂ. ഈ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ഈ വാല്യൂയുടെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞ ദേവിക എത്ര ആൻസർ കിട്ടിയാണ്? ഇത് നമുക്ക് ആവശ്യമില്ല. എത്ര ആൻസർ കിട്ടിയാണ് ഇതിന്റെ? ഏറ്റവും ഷോർട്ട് ആയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുമല്ലോ. എഴുതുക absolute pressure the final value. Absolute pressure the final value. എഴുതുക 1 for ATM. മതി. 1 for ATM കിടക്കണേന്ന്. ATM എന്ന് പറയുമ്പോൾ നമുക്ക് 10 raised പാസ്കലിലേക്ക് മാറ്റണം. ATM പറയണ്ട. 104 ATM എന്ന് പറയുമ്പോൾ ഒരു ATM എന്ന് പറഞ്ഞാൽ 10 raised to ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ. ഞാൻ 1.01 10 raised to 5 ആ. അപ്പൊ 104 into 10 raised to 5 പാസ്കൽ എന്ന് പറയാൻ പാടില്ലേ? ഞാൻ പറയാം. അതാണ് അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ. ഒരു ATM പറയാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ATM പറയാൻ പറയും. അതിൽ ചിലപ്പോ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ 4 ഓപ്ഷൻ ATM കിടക്കും, പാസ്കലിൽ കിടക്കും. തിരിച്ചു മറിഞ്ഞു നമ്മൾ ആ കൺഫ്യൂഷൻ ആവും. ATM നമ്മൾ തെറ്റാന്ന് പറയും. ചിലപ്പോൾ അതിനകത്തായിരിക്കും ആൻസർ ശരിയായിട്ട് വരും. പ്രശ്നമാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പൊ 104 into 10 raised to 5 ആണ് ഇവിടെ ആക്ച്വൽ ടോട്ടൽ പ്രഷർ. നമുക്ക് പ്രഷർ അല്ല എഫ് ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എങ്ങനെ പ്രഷറും എഫ് തമ്മിൽ കണക്ഷൻ എന്താ? ഒന്ന് പറഞ്ഞേ. അഫ്സർ, മുഹമ്മദ് അഫ്സർ ഒന്ന് പറഞ്ഞേ. ഇതിനോട് 3ാമത് ജോലി ഈ ആഴ്ചയിൽ ഒന്ന് പറഞ്ഞേ. ആരാ? 3ാമത്തെ ചോദ്യം അതിനോട് ഈ ആഴ്ചയിൽ ആൻസർ ഇല്ല എനിക്ക്. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഇസ് ഫോഴ്സ് ബൈ ഏരിയ. ശരി. അപ്പോ പ്രഷറും ഫോഴ്സും തമ്മിൽ ബന്ധം അതാണ്. ഓക്കെ. അതിൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഫീസ് പ്രഷർ ഇൻറ്റു ഏരിയ. ഏരിയ എത്ര അവിടുത്തെ ഉണ്ടാക്കണേ? എത്രയാ കതിജ? ഏരിയ എത്ര ഉണ്ടാക്കണേ കതിജ? $20 centimeter into 20 centimeter. അതാണ് ഏരിയ ഉണ്ടാക്കണേ. ഗൗരിയെ എന്ന് പറഞ്ഞ ഗൗരിയെ ഞാൻ തരാം. അപ്പൊ ഏരിയ 20 centimeter 20 centimeter എത്ര ഏരിയ പറയുമ്പോ 20 പറയണം. എത്ര പറയണം? ക്ലിയർ ആയില്ല. ഏരിയ എത്ര എഴുതണം? ഏരിയ ഞാൻ ഈ പേര് മാറ്റി വിളിക്കുന്നത് അറിയോ? നിങ്ങൾ അത്ര ലൈവാണെന്ന് അറിയാം. അപ്പൊ ഏരിയ എങ്ങനെ എഴുതണം? ഏരിയ എത്രയാ? 20 into 20. 20 into 20 എഴുതുമ്പോ 400, റൈറ്റ്? മതിയോ? പോരാ. 400 സെന്റിമീറ്റർ സ്ക്വയർ ആ കിടക്കുന്നത്. മാറ്റണം. എങ്ങനെ മാറ്റും 400 സെന്റിമീറ്റർ സ്ക്വയർ? ഭീമ നവാസ് എങ്ങനെ മാറ്റും? 400 into 1000 into 1000. തീർന്നോ? ഭീമ ഇതാണോ ആൻസർ? ഇത് 1000 ആണോ? 400 into 1000 സെന്റിമീറ്റർ സ്ക്വയർ മാറുമോ? 100 ചെയ്യുമോ? ഭീമ ഇന്നത്തെ മറിച്ച് നോക്കിയിട്ടില്ല ഭീമ. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഓർക്കുണ്ടോ? സെന്റിമീറ്റർ സ്ക്വയർ മാറ്റാൻ ഞാൻ പഠിപ്പിച്ച ഓർക്കുണ്ടോ? അതൊക്കെ ഭീമ ഒന്ന് ചെയ്തു നോക്കണ്ടേ ഭീമ? മോളിൽ നിന്ന് മറ്റേ ലഡു തിന്നുമ്പോലെ ഇല്ലല്ലോ, മോളിൽ നിന്ന് ഇറങ്ങൂല്ലോ. മറിച്ച് നോക്കണ്ടേ വെച്ചേ? സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. 10⁻² സ്ക്വയർ എടുക്കും. ക്ലിയർലി ബി ഡിസ്കസ്ഡ്. അതൊന്നും മറിച്ച് നോക്കാതാണ് ഉദ്ദേശിക്കണേ കേട്ടോ ഭീമ. 400 into 10⁻⁴ അല്ല
പുസ്തകത്തിലെ ആൻസർ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. 10⁻4 പറയുമ്പോൾ 0.4. അത് ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഏരിയയുടെ അവിടെ എന്ത് വരും? ഈ ഏരിയയുടെ അവിടെ കയറി ഈ ഏരിയയുടെ അവിടെ കയറി എന്താ 0.4. ഈ പ്രോബ്ലം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന എവിടെയാണോ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരുന്ന മീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ഒക്കെ ആയിട്ട് പ്രശ്നം വരും. അതൊക്കെ ഇരുന്ന് സമാധാനത്തോടെ ചെയ്തു നോക്കണം. അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. പറഞ്ഞോ സാർ 0.4 ആണോ? 0.04 അല്ലേ? 0.4 ഉണ്ട്. 4 ഉണ്ടല്ലോ. 0.04 ഉണ്ടല്ലേ? 1, 2, 3, 4 ഉണ്ട്. 0.04 ആബ്സല്യൂട്ട്ലി 0.04 കിട്ടണ്ട. 0.0 ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ദാറ്റ് മച്ച് എന്തായിരിക്കും എസ് യൂണിറ്റ്? ആമിനസ് ചെയ്ത് പോകുന്നത് എന്താ എസ് യൂണിറ്റ് പറഞ്ഞാൽ ഇത്രയും എന്റെ എസ് യൂണിറ്റ് ഞാൻ ഇടണം. ഇത്രയും എന്റെ എസ് യൂണിറ്റ് വരണം. കൊച്ചേ ഇതൊന്നും മറച്ചു നോക്കിയാൽ കിട്ടുന്ന സാധനമില്ല. എന്റെ കൊച്ചെ ഇതൊന്നും മറച്ചു നോക്കിയാൽ കിട്ടുന്ന സാധനമില്ല. ഇതൊക്കെ ഇത്ര നാളത്തെ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാവേണ്ട മിനിമം ബോധമാണ്. ബോധം. പറഞ്ഞ മുഹമ്മദ് വിശാല് എന്താ എഴുതണം ഇവിടെ? എന്താ എസ് യൂണിറ്റ് വന്നു? ന്യൂട്രൺ. അത് ഇതൊക്കെ നിങ്ങൾ ഇനി മറിച്ചു നോക്കണം എന്നൊരു പ്രശ്നമാണ്. ഞാനിത് ചോദിക്കണോണ്ടാ ഇതൊക്കെ അറിയണേ. ചോദിക്കാതിരുന്നതൊന്നും അറിയില്ല. ഇതാണോ ആൻസർ നോക്കേണ്ടല്ലോ. ചെക്ക് ചെയ്തു. ശരി, ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ബോധോടെ ഉണ്ടാവണം. എനിക്കിതൊന്നും മനസ്സിലാകാതെ പോയ പ്രശ്നമാണോ? ഇത് പറയാൻ പറ്റില്ല. ഫോഴ്സിന്റെ എസ് യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ ഒരു തവണ മാറ്റി പിറ്റേഴ്സ് ചോദിക്കുമ്പോൾ ഇൻഡു അത് ഇത് യാതൊരു ഐഡിയ ഇല്ലാത്ത പറയരുത്. ഇനി ഞാൻ അടുത്ത ഹെഡിങ് പഠിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞോ. അയ്യോ അതിനകത്തൊരു കേസുണ്ട്. ആബ്സല്യൂട്ട്ലി വാട്ട് യു ടോൾഡ് ഈസ് ആബ്സല്യൂട്ട്ലി. എന്താണെന്നറിയോ? ഒരു കണ്ടീഷൻ അതിനകത്ത് തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. അതെ, അത് എന്തുകൊണ്ടാണ് ഗേജ് പ്രഷർ എടുത്തത് ഞാൻ പറഞ്ഞ നന്നായി. അതിനൊരു കണ്ടീഷൻ നമ്മൾ വായിച്ചില്ല. ആ കണ്ടീഷൻ അതിനകത്തൊരു കണ്ടീഷനോട് പറയുന്നുണ്ട്. വാട്ട് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വിൻഡോ? അതിന്റെ ഉള്ളിലെ കേസ് എന്ന് പറയണ്ടല്ലോ. ഉള്ളിൽ എന്തെന്നാ പറയണേ? വായിച്ചേ ആ സി പാർട്ടിൽ. കണ്ടോ സാധാരണ ഇങ്ങനെയാ ചെയ്യണ്ടേ. പക്ഷേ സാധാരണ ഇത് തന്നെ ചെയ്യണ്ടേ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നമ്മൾ വായിച്ചില്ല. ഇതില് ക്വസ്റ്റ്യൻ ഇല്ല, നമ്മൾ പറഞ്ഞില്ല. എന്താണെന്നറിയോ? ഇതിന്റെ ഉള്ളില് അറ്റ്മോസ്ഫിയറിക് പ്രഷർ സെറ്റ് ചെയ്താക്കാണ്. സീ ലെവൽ അത് ശരിക്കും അതാണ് നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വേറെ ഒഴുകി പോയതുള്ളൂ. സീ ലെവൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന്. സീ ലെവൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ എന്താ? സീ ലെവൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ ടോപ്പിലെ നമ്മുടെ എർത്തിന്റെ സർഫസ്. അതായത് സീ ലെവൽ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ചുമ്മാ കേട്ടോണ്ടിരുന്നില്ലേ? സീ ലെവൽ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ എർത്തിന്റെ മുകളില് കടൽ പരപ്പ്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ PA അതിന്റെ ഉള്ളിലുണ്ടെന്ന്. ഇതിന്റെ ഉള്ളിൽ PA ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഈ PA ഇങ്ങോട്ട് തള്ളും പുറത്തേക്ക്. അപ്പൊ ഇവിടുന്ന് വരുന്ന P എത്രയാ? ഇതാണ് ടോട്ടൽ അബ്സല്യൂട്ട് പ്രഷർ. ഇവിടുന്ന് പുറത്ത് നമ്മൾ എന്തെടുത്താണ് ടോട്ടൽ പ്രഷർ. അത് ഇങ്ങോട്ട് എന്ത് തള്ളും? PA തള്ളും പുറത്തേക്ക്. PA പുറത്തേക്ക് തള്ളും. ഇവിടുന്ന് ഓൾറെഡി P വരണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയോ? അതാ ഞാൻ കണക്ക് തന്നെ പറയാൻ തന്നെ കാരണം. ഈ ഒരു PA അവിടെ ഇവിടെ ക്യാൻസൽ ആയി പോകും. കാരണം ഉള്ളിൽ ഒരു പ്രഷറും ഇല്ലാതെ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യും. ബ്ലഡ് പ്രഷറിന്റെ കേസ് ഞാൻ പഠിപ്പിച്ചില്ലേ നിങ്ങളെ? ബ്ലഡ് പ്രഷർ പുറത്തേക്ക് കൊടുത്ത് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞില്ലേ? അതേപോലെ ഇവിടെ ഓൾറെഡി അറ്റ്മോസ്ഫിയർ പ്രഷർ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മറൈൻ്റെ ഉള്ളിൽ അങ്ങനെ അറ്റ്മോസ്ഫിയർ പ്രഷർ സെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് അല്ലെങ്കിൽ താമസിക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ. പിന്നെ ആര് മാത്രമേ എക്സ്ട്രാ ഉള്ളൂ? അപ്പൊ ഈ ഗേജ് പ്രഷർ മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. അപ്പൊ ഫോഴ്സിന്റെ ഫോമിൽ വരുമ്പോ ഏതെടുക്കാവുള്ളൂ? ഇത് എടുക്കരുത്. ഇത് എടുക്കാം എപ്പോ? ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെടുക്കാം. ഉള്ളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉള്ളിൽ നിറച്ചാക്കാണ്. അപ്പൊ നിങ്ങൾ ആ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ക്യാൻസൽ ചെയ്ത് കളയും. ഏതെ? ഇങ്ങോട്ടും തള്ളും അങ്ങോട്ടും തള്ളും. നമ്മുടെ BPയും അറ്റ്മോസ്ഫിയർ പ്രഷറും തള്ളും പോലെ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏതെടുക്കാവുള്ളൂ? ഇവിടെ ഗേജ് പ്രഷർ HOG എടുക്കാവുള്ളൂ. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ നോക്കുക.
ഇത് കൃത്യം നോട്ട് എഴുതി വെക്കാം, കൃത്യമായി നോട്ട് എഴുതി വെക്കാം. പതിവ് പറഞ്ഞില്ല, ഞാനത് ചെയ്തു പോയത്. പുറത്തേക്കുള്ളതും ആൻസർ ചെയ്തു ഈ എച്ച് റോജി വെച്ച് ചെയ്തു കൊടുക്കും. വേറെ ആരാ പറഞ്ഞ്? ആരും ചോദിച്ചു വേറെ ആരാണെന്ന് പറഞ്ഞില്ല. അല്ല സാറേ, മറ്റേ അറ്റ്മോസ്ഫിയർ ക്യാൻസലായി പോവോ? ആ അറ്റ്മോസ്ഫിയർ പ്രഷർ ക്യാൻസൽ ആയി പോകുന്നല്ല മോനെ, ക്യാൻസൽ ആയി പോകുന്നല്ല, ഇല്ലാണ്ടായി പോകുന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിന് BP ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, നമ്മളോട് പറഞ്ഞില്ല. നമ്മുടെ മേത്ത് 1.01 പാസ്കൽ വന്നിട്ട് നമ്മൾ എന്താ അറിയാത്ത നമ്മുടെ ഉള്ളിൽ BP ഉണ്ട്. BP താന്നു പോയാലോ അങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇത് രണ്ടും ശരിക്കും എന്ത് ചെയ്താക്കാണ്? BP അങ്ങോട്ടും അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ടായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മേത്ത് ആക്ട് ചെയ്യാത്ത. അതേപോലെ പുറത്തുനിന്ന് ആരൊക്കെ വരുന്നുണ്ട്? P വരുന്നുണ്ട്. P സിംഗിൾ ആരാ? PA+H റോജി രണ്ടും കൂടെയാ വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ തള്ളണേ? PA. അപ്പൊ ഏതാണോ നെറ്റ് എഫക്റ്റ് ആര് മാത്രം ബാക്കിയുള്ളൂ? എച്ച് റോജി ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെ എഴുതണം, നോട്ട് എഴുതണം. അതിന്റെ കൂടെ എന്ത് നിങ്ങൾ നോട്ട് ചെയ്തേക്കാൻ നിർബന്ധമായിട്ടും. ഇതിന്റെ ഉള്ളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇല്ലായിരുന്നെങ്കിൽ, വാക്വം ആയിരുന്നെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട പ്രഷർ ഏതാണ്? അബ്സല്യൂട്ട് പ്രഷറാണ് എടുക്കേണ്ടത്. ഫോഴ്സിന്റെ ഫോർമുലയിൽ ഈ പ്രഷർ ഏതെടുക്കേണ്ടവരും അബ്സല്യൂട്ട് പ്രഷർ എടുക്കുന്നു. ഇതിന്റെ ഉള്ളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ നിറച്ചാക്കണമെങ്കിൽ ഈ പ്രഷർ എന്താ എടുക്കാവുള്ളൂ? എച്ച് റോജി എടുക്കാവുള്ളൂ. ഞാൻ എടുത്തത് അല്ല എടുക്കേണ്ടത്, ഞാൻ എടുത്തത് അബ്സല്യൂട്ട് പ്രഷറാണ്. നമ്മൾ അതിന്റെ ഉള്ളിനെ കുറിച്ച് മറന്നുപോയാറുള്ളൂ. മറന്നുപോയല്ല, ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചില്ല. ക്ലിയർ ആയിട്ട് എഴുതി വെക്കും, ക്ലിയർ ആയിട്ട് എഴുതി വെക്കും. അപ്പൊ വാല്യൂ അങ്ങനെ അത് വെച്ച് ചെയ്ത് നോക്കണം, അത് വെച്ച് വാല്യൂ ഇടണം. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു എച്ച് റോജിയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ എന്തോ കണ്ടുപിടിച്ചായിരുന്നല്ലോ. അപ്പൊ അത് 10³ ആ സാധനവും. അപ്പൊ കൃത്യമായിട്ട് എഴുതിക്കോ ആ വാല്യൂ, എച്ച് റോജിയുടെ വാല്യൂ. അപ്പൊ ഇങ്ങനെ എഴുതും, F is equal to pressure H റോജി. H റോജി 10³ into എത്രയാണ്? 1.03 into 10³ അതാണ് റോ. 1.03 into 10³ into G, 10 എടുത്തോളാൻ പറഞ്ഞത്, into ഏരിയ 0.04, ഇത്രയും ന്യൂട്ടൺ. ഈ വാല്യൂ ആണ് പറ്റുന്നത്. അതെ അതെ, ആ വന്നോളൂ വന്നോളൂ. ശരി, ഓക്കെ ആണോ? അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന്റെ ഐഡിയ മനസ്സിലാവും. മെർക്കുറി ബാരോമീറ്റർ അടുത്ത ഹെഡിങ് നമുക്ക് കൊടുക്കാം. പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ പല സ്ഥലത്ത് വരും, ഈ ചാപ്റ്റർ പല സ്ഥലത്ത് വരും. ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യും. മെർക്കുറി ബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ ശരി. ബാരോമീറ്റർ അപ്പൊ എങ്ങനെ? പ്രോബ്ലം ഞാൻ അവിടെ ഇവിടേക്ക് വലിച്ചു വരിയായിട്ട് എഴുതിയേക്കണേ. വളരെ വളരെ നീറ്റായി അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എഴുതൂല. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാകുന്ന ചിന്തകളൊന്നും ഓരോന്നും നീറ്റായി നിങ്ങൾ നല്ല നീറ്റായി ഭംഗിയായി എഴുതിയെടുത്തു പ്രോബ്ലം. അങ്ങനെ ഭംഗിയായി പ്രോബ്ലം എഴുതിയിട്ടുണ്ടായാലും ബോധമില്ലാതെ അവിടെ അങ്ങനെ ഭംഗിയായിട്ട് എഴുതുന്നു. ഭംഗിയായിട്ട് എഴുതുന്നതല്ല അതിന്റെ അർത്ഥം. കണ്ടന്റുകൾ കുറെ വരുന്നു. പ്രോബ്ലം എഴുതി വയ്ക്കുമ്പോൾ സ്റ്റെപ്പ് എഴുതിച്ചിട്ടുണ്ടോന്നും പറയുക. ശരി, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. ശരി, മെർക്കുറി ബാരോമീറ്റർ അതാണ് അടുത്തത്. ബാരോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കണേ? പണ്ട് ചെറിയ ക്ലാസ്സിൽ എപ്പോഴും പഠിക്കണേ. ആരാ പറഞ്ഞത്? സന എന്ന് പറഞ്ഞു. സന, ബാരോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? സന, എന്തിനു വേണ്ടി ബാരോമീറ്റർ ഓർക്കണ്ടോ? അവിടെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുക ഓർക്കല. പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ആളുടെ പേരാണ് ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടി, നമ്മുടെ പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് പറയാമെങ്കിൽ നമ്മുടെ പ്രഷർ അളക്കാൻ വേണ്ടി പറഞ്ഞു ഓർക്കണ്ട? ആ അതെ, സ്ഫിഗ്മോമാനോമീറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അതിനെ കുറച്ച് മറിച്ചു. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറഞ്ഞ സാധനം, മാനോമീറ്റർ. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രഷർ അളക്കാൻ.
അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആ പറഞ്ഞോ. ശരി, സിഗ്മോ മാനോമീറ്റർ എന്നാണ് നമ്മുടെ ബോഡിയുടെ പ്രഷർ അളക്കുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ, മെർക്കുറി ബാരോമീറ്റർ. പിന്നെ വേറെ സാധനങ്ങളുടെ പ്രഷർ ഉണ്ടല്ലോ, ഒരു ബലൂണിന്റെ പ്രഷറോ അതൊക്കെ അളക്കാൻ വേറെ സാധനമുണ്ട്. അത് ഞാൻ ഇത് കഴിയുമ്പോൾ പഠിപ്പിക്കാം. മെർക്കുറി ബാരോമീറ്റർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഞാൻ പറയണ്ടല്ലോ, ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ വേണ്ടിയാണ് എഴുതിയിട്ടുണ്ടാവും അല്ലെ, ഞാൻ പറയേണ്ട ആവശ്യം. അടുത്ത പോയിന്റ്, കണ്ടുപിടിച്ച സയന്റിസ്റ്റ്, ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ടോറിസില്ലിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. ടോറിൽ ഇതിന് മാത്രമല്ല ഒരുപാട് കണ്ടുപിടുത്തതുണ്ട്. ടോറിസില്ലീസ് ലോയിക്ക് ഉണ്ട്. ഞാൻ പറയാം, ഇത് അളന്നതും ഇത് ഉപയോഗിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ അളന്നതും ഏത് സയന്റിസ്റ്റാണ്? ടോറിസില്ലി എന്ന സയന്റിസ്റ്റാണ്. കാരണം ടോർക്ക് നമ്മൾ ഉപയോഗിച്ചില്ലേ, 1 ടോറിസ് 133 പാസ്കലിനൊക്കെ ഉപയോഗിച്ചു. അത് അദ്ദേഹത്തെ ഓർക്കാൻ ടോറിസില്ലിയാണ് കണ്ടുപിടിച്ചത്. ഇനി അദ്ദേഹം ചെയ്ത പണി എന്താണെന്നാണ് അത് പരീക്ഷയ്ക്ക് അത് നമ്മൾ ചോദിച്ചാൽ പറയണം. എന്താണ് ചെയ്തത്? മെർക്കുറി ബാരോമീറ്ററിൽ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ അളന്നത്? ഇതാണ് ചോദ്യം. എന്താ അദ്ദേഹം ചെയ്തത് പറഞ്ഞുതരാം കേട്ടോ. മനസ്സിലാക്കി എഴുതിയാൽ മതി, മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. അദ്ദേഹം ആദ്യം ഒരു പാത്രത്തില് ആദ്യം മെർക്കുറി എടുത്തു, നിറയെ മെർക്കുറി എടുത്തു. മെർക്കുറി HG. ഈ മെർക്കുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാമോ മെർക്കുറിയുടെ ഒരു പ്രത്യേകത? മെർക്കുറിയുടെ പ്രത്യേകത ആമിന അബ്ദുൽ റഷീദ്, മെർക്കുറിയുടെ ഒരു പ്രത്യേകത ലിക്വിഡ് ആയിട്ടുള്ള മെറ്റലാണ്. അബ്സല്യൂട്ട്ലി ലിക്വിഡ് മെറ്റലാണ് മെർക്കുറി എന്ന് പറഞ്ഞത്. അത് ലിക്വിഡ് ആണ്, കണ്ട മെറ്റലും നോക്കി എങ്ങനെ ഇരിക്കും. ഏതായാലും ഏറ്റവും നല്ല നമ്മുടെ തെർമോമീറ്ററിനുള്ള പൊങ്ങി പോകില്ലേ, സിൽവർ കപ്പ് മെർക്കുറി. അത് എക്സ്പാൻഡ് ചെയ്യണേ, ചൂടായി പൊങ്ങി പോണേത്. അത് മെർക്കുറിയാണ്. അത് കാണുമ്പോൾ മെറ്റൽ പോലെ ലിക്വിഡാണ്. അത് ഭയങ്കര ഡെൻസിറ്റിയാണ് അതിന്റെ അർത്ഥം. ഡെൻസിറ്റി ഭയങ്കര കൂടുതൽ ലിക്വിഡാണ്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ലിക്വിഡാണ് മെർക്കുറി. അതിന് ഡെൻസിറ്റിയുടെ വാല്യൂ ഉണ്ടായിരുന്നു, അതായത് 13.6, 13 പോയിന്റ്. ഇതിന്റെ ഡെൻസിറ്റി റോ ഓഫ് HG 13.6 into 10⁻³ ആണ്. ഓക്കെ, 13.6 into 10⁻³ 13 ഇരട്ടി കൂടുതലാണ്. വെള്ളത്തെക്കാൾ 13 ഇരട്ടി കൂടുതലാണ്. വാല്യൂ എല്ലാം ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ വാല്യൂ തെറ്റിക്ക് വരാം, നിങ്ങളുടെ നോട്ടിലും പറഞ്ഞോളൂ. എല്ലാവരുടെ വാല്യൂ ബൈഹാർട്ട് ചെയ്തൊന്നും ഇത് തരും. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. വാട്ടറിന്റെ മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞു. 13.6 into 10⁻³ ആണ്. അത് നല്ല ഡെൻസിറ്റിയാണ് മെർക്കുറി. അതുകൊണ്ടാണ് ഈ മെർക്കുറി തന്നെ ഉപയോഗിക്കുന്നത്. ബാരോമീറ്ററിൽ എന്തുകൊണ്ടാണ് മെർക്കുറി ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ആൻസർ ആണ്. അത് അങ്ങനെ തന്നെ പിള്ളേരെ എഴുതണം. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ഹൈ ഡെൻസിറ്റി. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഡെൻസിറ്റി കൂടുതലുകൊണ്ട് മാത്രമാണ് ബാരോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നത്. ഒരു തവണ ചോദിച്ച ചോദ്യം. ഓക്കെ, അത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. ഇനി എന്താ ചെയ്യുന്നത് അറിയാമോ? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, ആ ട്യൂബ് എടുത്തിട്ട് ആ ട്യൂബിൽ നിറയെ മെർക്കുറി എടുത്തു. ആ ട്യൂബിൽ നിറയെ മെർക്കുറി എടുത്തു. എന്നിട്ട് ആ ട്യൂബ് ഇങ്ങോട്ട് കൊണ്ട് കമത്തി. ഓക്കെ, ഈ മെർക്കുറിലേക്ക് കമത്തി. എന്ത് സംഭവിക്കുന്നു? അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തോണ്ട പോലെ ഇത് എങ്ങനെയാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന രീതിയെ പറയണം. ട്രഫ് ഓഫ് ലിക്വിഡ് എടുത്തു, ഒരു പാത്രത്തില് ലിക്വിഡ് മെർക്കുറി എടുത്തു. വേറൊരു ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞില്ല, വേറൊരു പാത്രത്തില് വേറൊരു വെസലില് വീണ്ടും നിറയെ മെർക്കുറി എടുത്തു. എന്നിട്ട് അപ്സൈഡ് ഡൗൺ അത് തിരിച്ചു വെച്ചു. into the mercury, into the vessel വെച്ചു. എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് അഫ്ലാബിയില് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനകത്ത് മെർക്കുറി, ഇതിന്റെ ഉള്ളിലെ മെർക്കുറി എന്ത് സംഭവിക്കും? ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന മെർക്കുറി താഴത്തേക്ക് വരും. ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഫുള്ള് താഴത്തേക്ക് പോകും. അതോ ഇങ്ങനെ വരും? ഇല്ലടാ, ഇങ്ങനെ വന്ന് നിൽക്കുമല്ലേ, ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെ കമ്പത്തും കൂടെ വരും. ഇവിടെ എന്ത് വരും? ഈ ബാക്കിയുള്ള സ്ഥലത്ത്, ഈ സ്ഥലത്ത് എന്ത് വരും? ഇവിടെ എന്തെങ്കിലും ഇവിടെ ഫുള്ളായിട്ടുണ്ടാവും. അത് ഇവിടെ വല്ല ഫ്രീ സ്പേസിൽ എടുക്കും. എങ്ങനെയാണ്?
ഇവിടെ ഒന്നും ഉണ്ടാവില്ല, എയറല്ല വാക്വം ആയിരിക്കും. കാരണം എന്താ, എയർ ഇല്ലല്ലോ. നോക്കി നീ ഇതായിരുന്നല്ലോ ശരിക്കും ശ്രദ്ധിച്ചോണ്ട പിള്ളേര്, ഇതായിരുന്നു ആ നമ്മുടെ ടെസ്റ്റ് ട്യൂബ്, ഇതാണ് മെർക്കുറി. ഇതിനെ കമത്തി കഴിയുമ്പോൾ ഇതിന്റെ ഈ ഗ്യാപ്പിലേക്ക് പിന്നെ എയർ ട്രാപ്പ് ആകില്ലയോ, അവിടെ ഒന്നുമില്ല. അതിനാണ് നമ്മൾ വാക്വം. അപ്പൊ ഈസി ആയിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്താണ്. എന്താ വാക്വം, ഇവിടെ വാക്വം, ഇവിടൊക്കെ മെർക്കുറിയാണ്, ഇവിടൊക്കെ മെർക്കുറിയാണ്, ഇവിടൊക്കെ മെർക്കുറി വന്നു, ഇവിടെ മാത്രം വാക്വം. ശരി, ഇങ്ങനെയാണ് കമത്തി. അപ്പൊ പിള്ളേരെ എഴുതണം, വാക്വം ഒന്നും പോയിന്റ് വിട്ടുപോയത് എഴുതണം. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പഴേ സാലിയെ 3 സാലിയെ ഞാൻ ചോദിക്കട്ടെ, ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഈ എന്റെ ചോദ്യം ശ്രദ്ധിച്ചോ, ഈ മെർക്കുറി കംപ്ലീറ്റ് താഴത്തേക്ക് വന്ന് ഇവിടെ ഇല്ലാണ്ടാവും, ഇതുപോലെയാവും, എന്നിട്ട് മൊത്തം വാക്വം ആവും, അല്ലെങ്കിൽ എന്താണ് സമ്മതിക്കാൻ പോകുന്നത്? ഇങ്ങനെയായിട്ട് ഇത് മൊത്തം വാക്വം ആവോ, അതോ മെർക്കുറി ഇങ്ങനെ പൊങ്ങി നിൽക്കോ, എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് പറഞ്ഞ സാരി. വാട്ട് ഈസ് യുവർ സജഷൻ? എല്ലാവരോടും കൂടിയായിട്ടോ ചോദ്യം. അല്ലാതെ താഴത്തേക്ക് പോയി ഇതിനെ ഫുള്ളായിട്ട് അങ്ങോട്ട് പോവാത്ത? ശരി, ആരെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ സാധാരണ കണ്ടാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോലെ പഠിച്ചത്. ആരെങ്കിലും കാരണം പറയാം? കാരണം ആരാ പറഞ്ഞു? ആരാ കാരണം പറഞ്ഞു? എന്തെങ്കിലും കാരണം പറയാം ഒന്ന് പറഞ്ഞ ആത്മരിയ. എന്തായിരിക്കും ആത്മരിയ കാരണം? എന്തായിരിക്കാം? താഴെ എന്നുള്ള പ്രശ്നം, മുകളിൽ നിന്നുള്ള പ്രശ്നം, ഒരു പിന്നെ പറഞ്ഞത് വേറെ ആരെങ്കിലും വേറെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. എന്ന് പറയാൻ മറിയ രാജ്യം, വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ? അപ്ത്രസ്റ്റ് ആണോ മുകളിലേക്ക് പൊക്കണേ? ഈ മുകളിലേക്ക് പൊക്കുമ്പോഴാണ് ഈ അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി കിടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇയാള് മുകളിലേക്ക് പൊക്കി നിർത്താന്നാണ് പിള്ളേര് പറഞ്ഞത്. സൻഷാണ് സാർ, ആ വാക്യൂമിനോട് പ്രഷർ കുറവല്ലേ, അപ്പൊ പുറത്തുള്ള എയർ അകത്തേട്ട് കയറാൻ നോക്കുമ്പോ അവിടെ മെർക്കുറി തടയും. അപ്പൊ പിന്നെ അവൻ കണ്ണിങ് ആണ്. ഫിസിക്സിൽ അവന്റെ ആൻസറുകൾ കണ്ണിങ് ആണ്. കറക്റ്റ് ആണ്. അതായത് ഞാൻ ഈ വാക്വം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ വാക്വം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സാധാരണ സംഭവിക്കുന്നത്? വാക്വത്തിലേക്ക് എയർ കയറാൻ നോക്കും. ഇത് തന്നെയാണ്. എയർ ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ നോക്കും, ഇങ്ങോട്ട് തള്ളാൻ നോക്കും, എയർ അങ്ങോട്ട് തള്ളാൻ നോക്കും. എയർ ഇവിടെ ഒന്ന് ആക്ട് ചെയ്യുന്നത് കണ്ടാ? നോക്കി, ഇവിടെ ഒന്ന് ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യും. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എങ്ങോട്ട്? ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തിനാ ആക്ട് ചെയ്യുന്നത്? ഈ വാക്വത്തിലേക്ക് കയറാൻ വേണ്ടി അവൻ വീണ്ടും ശ്രമിക്കും. ആരെ? ഈ വെള്ളത്തെ ഇങ്ങോട്ട് തള്ളി, ഈ മെർക്കുറിയെ, വെള്ളത്തില്ല, ഈ മെർക്കുറിയെ ഈ വാക്വത്തിലേക്ക് തള്ളാൻ ശ്രമിക്കുന്നു. അവിടെ ആക്ട് ചെയ്തിട്ട് ആ വാക്വത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കുന്നു. അങ്ങനെയല്ലേ ഗ്ലാസ് ഇവിടെ ഒട്ടിപ്പിടിച്ച? ഗ്ലാസ്സിൽ ആക്ട് ചെയ്തില്ലേ എങ്ങോട്ട് കയറാൻ? വാക്വത്തിലേക്ക് കയറാൻ. വാക്വത്തിലേക്ക് കയറാൻ നോക്കില്ലേ? അങ്ങനെ തന്നെ അവ ഗ്ലാസ് സ്ട്രോങ് ആണ് നിന്നു. ഈ ചില്ലിക്കൂടെ കയറാൻ നോക്കും, ഇവിടെ കയറാൻ പറ്റാ, ചില്ലാണ്. പിന്നെ ഈ ഇവിടെ തുറന്നു കിടക്കല്ലേ, തുറന്നിട്ട് കയറാൻ നോക്കിയിട്ട് ഇവനെ അങ്ങോട്ട് കുത്തി അങ്ങനെ മുകളിലേക്ക് പോക്കണേ. അങ്ങോട്ട് കയറാനാ, വാക്വത്തിലേക്ക് കയറാനാ, അതിനോട് ശ്രമിക്കണേ. അങ്ങനെ ഈ വെള്ളം പൊങ്ങി പോണേ, വെള്ളമല്ല മെർക്കുറി പൊങ്ങി പോണേ. അപ്പൊ നിങ്ങൾ എഴുതണത് ആ തലയാട്ടിരുന്നാ പോരാ, എഴുതണം. സിൻസ് there is a vacuum, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി, മലയാളത്തിൽ എഴുതിയാൽ മതി, അല്ലാതെ ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ മതി. Vacuum is created inside the tube. Therefore, atmospheric pressure acts on the mercury to lift into the tube, and the mercury rises inside the tube. മലയാളത്തിൽ എഴുതിക്കോ. എന്ന് പഠിക്കൂന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കൂലേ? ഇന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് 1 മണിക്കൂർ മുടക്കണം. ഇന്ന് തന്നെ അതൊരു ഭംഗിയാക്കി എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു തവണ നമ്മുടെ ഭാഷയിൽ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി മതി. ഇറ്റ് ഈസ് ഓവർ. ഇന്ന് തന്നെ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? and the mercury rises into the tube. ഇത്രയാണ് എന്റെ വർക്കിംഗ് സിസ്റ്റം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കണം. ഇങ്ങനെ ഇക്വേഷൻ പറഞ്ഞു നോക്കി 13 കാര്യങ്ങൾ പറഞ്ഞു. ഇത് നോക്കിയിട്ട് പിള്ളേരെ ഞാൻ ഇക്വേഷനിലേക്ക് വരാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയണല്ലോ. അതിനുവേണ്ടി ഞാൻ അങ്ങനെ പഠിക്കും.
അറ്റ്മോസ്ഫിയർ ആക്റ്റീവ്. ഇനി നമ്മൾ ഇതിനകത്ത് വരച്ചു വെക്കേണ്ട 1-2 കാര്യങ്ങൾ കാണിച്ചത്. അപ്പൊ ഇവരങ്ങോട്ട് മുകളിലേക്ക് പൊങ്ങുമ്പോഴേ ഇവരങ്ങോട്ട് മുകളിലേക്ക് പോകും. അല്ല, മുകളിലേക്ക് പൊങ്ങി ട്യൂബ് പൊട്ടിപ്പോകും. എവിടെ വരെ പോകും? എവിടെ വരെ പോകും? അസ്നാൻ അജിബേ മോളെ എന്താ സംഭവിക്കുക? പൊങ്ങി 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 അങ്ങോട്ട് പോവോ? പൊട്ടിപ്പോയി ട്യൂബ് എന്താ സംഭവിക്കും? പൊങ്ങി മോള് വരെ പോകും. മോള് വരെ പോകും. ഞാൻ പറഞ്ഞു കേട്ടോ. ഈ പൊങ്ങി പോകുന്നല്ലോ അസ്നാൻ ഓഫിയല്ലേ അസഹത് കാര്യം. ഈ മെർക്കുറി ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോകുന്നൊരു ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ടാവണ്ടോ ഇല്ലയോ? എക്സ്ട്രാ പ്രഷർ ഉണ്ടാവണ്ടോ ഇല്ലേ? ഉണ്ടാവും. എന്താ കാരണം? എങ്ങനെ ഉണ്ടാവും? മെർക്കുറി ആ ട്യൂബും തമ്മില് ട്യൂബിലേക്ക് പ്രഷർ ഇടും. ആരെങ്കിലും ആൻസർ പറഞ്ഞു? ഇർഷാദ് ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഞാൻ മറ്റേ ആസ്നാനെ മാത്രം പഠിപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങളുള്ള ഞാൻ ഒരാളെ പേര് വിളിച്ചതോ ജോലി എല്ലാവരോടും കൂടിയാ. നീ ഓർത്ത് ഞാനും ആസ്നയും മറ്റേ ഹോം ട്യൂഷനാന്ന് ഓർത്ത് മാറിപ്പോണ്ടാ. നീ ശ്രദ്ധിച്ചോളാം. ഇതിനകത്ത് തന്നെ ഇരുന്നോ എല്ലാവരും. അവൻ ചായ കുടിക്കാൻ പോയത് അന്യ ആ പുള്ളി ആസ്നയെന്ന് ചോദിച്ച് തീരുമാനമാകുമ്പോ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാന്ന് ഓർത്ത് നീ പോണ്ട, ഇവിടെ നിന്നോ. കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. ഞാൻ പറഞ്ഞത് എന്താ ശ്രദ്ധിച്ചോ? എന്റെ ജോലി എന്താണെന്നറിയോ? ഇത് മുകളിലേക്ക് പോകുന്തോറും ആരെങ്കിലും ഒന്ന് പറയും ഇതിങ്ങനെ മുകളിലേക്ക് മെർക്കുറി മുകളിലേക്ക് പോകുന്നതോറും ഒരു എക്സ്ട്രാ പ്രഷർ ഇവിടെ ഉണ്ടാവണ്ടോ ഇല്ലയോ? ഉണ്ടാവണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് ആർക്കെങ്കിലും പറയാമോ? കൈപൊക്കാവോ? ദേവിക, ടെൽ മീ യുവർ സജഷൻ. അല്ല, പ്രഷർ ആൻഡ് എക്സ്ട്രാ പ്രഷർ ഇസ് ക്രിയേറ്റഡ് എന്ന് ഞാൻ പറയും. അറിയാം, നിങ്ങൾക്ക് അറിയാം, വേറെ എല്ലാവർക്കും അറിയാം. എന്താ പറ്റുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയാം ഗൾഫുകാരെന്ന് പറഞ്ഞാ കേട്ടെ. നീ കൈ പൊക്കിയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ആ അതൊക്കെ വാക്യൂമിലേക്ക് പ്രഷർ കൊടുക്കുമ്പോ കപ്പേപ്പാടി പൊങ്ങൂലേ? ഏറെ തള്ളല്ലേ? ഞാൻ പറയാം കേട്ടോ. ഇത് നോക്കി, ഈ സർഫസിൽ നിന്നും മെർക്കുറി ഇത്രയും പൊങ്ങി പൊക്കം ഉണ്ടാവും തോറും നമ്മൾ പഠിച്ചില്ലേ? പൊക്കം ഉണ്ടാവും തോറും അവിടെ എന്തുണ്ട്? എച്ച് ഒരു ഹൈറ്റ് ഡെവലപ്പ് ചെയ്യാം. അവിടെ നിന്ന് വേറെ ഹൈറ്റ് ആയിട്ട്. അപ്പോ ഇവിടെ ഒരു പ്രഷർ, ഇവിടെ മുതൽ ഇവിടെ വരെ ഹൈറ്റ് ആയിരിക്കും. ഈ ഹൈറ്റ് എന്തുണ്ടാക്കും? ഒരു പ്രഷർ ഉണ്ടാക്കും. ഗേജ് പ്രഷർ HρG. അത് പൊക്കമാവില്ലേ? ഒരു സ്ഥലത്ത് നിന്നും ഉണ്ടായിരുന്ന മെർക്കുറി അവിടെ മുകളിലേക്ക്. അപ്പൊ ഈ ട്യൂബിന്റെ ഉള്ളിൽ പൊക്കായത് ആ പൊക്കം വന്നാൽ യു നോ ദാറ്റ് ഇഫ് എ ലിക്വിഡ് ഈസ് ദേർ അറ്റ് എ ഹൈറ്റ് there is a pressure HρG. മനസ്സിലാക്കണം? സമാധാനത്തിൽ ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഇവിടെ ഒരു പോയിന്റ് ഞാൻ വിളിച്ചു A, ഇവിടെ ഒരു പോയിന്റ് ഞാൻ വിളിച്ചു B. 2 പോയിന്റ് എടുത്തു. ഈ 2 പോയിന്റ് ഒരേ ലെവലിലാണ് നിൽക്കണേ. എയും ബിയും ഒരേ ലെവലിലാണ് നിൽക്കണേ. എയും ബിയും ഒറ്റ ലെവലിൽ നിൽക്കുന്ന പോയിന്റുകളാണ് 2 പോയിന്റ്. ഈ എയിൽ ആക്ട് ചെയ്യുന്ന പ്രശ്നം ഈ എയിൽ അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യണില്ല. പക്ഷെ എയിൽ ആക്ട് ചെയ്യുന്ന പ്രശ്നം ഈ മേളത്തെ പ്രശ്നം. ഇതെന്ത് വിളിക്കാം? നമുക്ക് ഇതെന്ത് വിളിക്കാം? ഗേജ് പ്രഷർ. കാരണം ആര് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്? ലിക്വിഡ് മാത്രം. അപ്പൊ നിങ്ങൾ ഇത്ര കഥയൊക്കെ പറഞ്ഞിട്ട് ഫ്രം ദ ഫിഗർ ഇത് വളരെ ക്ലിയർ ആണ്. എന്താണ്? എയും ബിയും 2 സ്ഥലമുണ്ട്. അപ്പൊ ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ്. കേട്ടോ ഞാൻ പറഞ്ഞേ? ഈ എയും ബിയും 2 സ്ഥലമാണ്. അപ്പൊ പ്രഷർ അറ്റ് എ, പ്രഷർ അറ്റ് ബി 2 സ്ഥലമുണ്ട്. എയിൽ ഒരു പ്രഷറുണ്ട്, ബിയിൽ ഒരു പ്രഷറുണ്ട്. എയും ബിയും നിൽക്കുന്ന ഒരേ പൊക്കത്തില്, ഒരേ ലെവലിലാണ് എയും ബിയും നിൽക്കണേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരേ ലെവലിൽ നിൽക്കുന്ന 2 പോയിന്റ്, ആ 2 പോയിന്റും ഒരേ പ്രഷറാണ്. സംശയം ഉണ്ടാവുന്നോ? ശ്രദ്ധിച്ചോളൂ. ഒരു ലിക്വിഡ് നോക്കിയോ, കാണിച്ചു ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൽ കാണിച്ചു തരാം. സംശയം വരും, ക്ലിയർ ആക്കി എഴുതിയാൽ മതി. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൽ നോക്കിയോ. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ഒന്നുകൂടെ ഞാൻ അവിടെ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. അതുകൊണ്ട് ഇങ്ങോട്ട് വീണ്ടും വരും. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സിൽ നമ്മൾ എന്താ കണ്ടേ? പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഹൈറ്റ്. പൊക്കത്തെയാണ് അനുസരിച്ചാണ് എവിടെ നിൽക്കുന്നു, ഏത് ലെവലിൽ നിൽക്കുന്നു, പൊക്കം എത്ര, അതിനാണ് പ്രഷറിന്റെ റോൾ ഉള്ളത്.
അപ്പൊ നിങ്ങളൊരു ലിക്വിഡ് എടുത്തു കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ കേട്ടോ, ഒരു ലിക്വിഡ് ഇങ്ങനെ എടുത്തു. ആ ലിക്വിഡിൽ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ലിക്വിഡ് എടുത്തു കേട്ടോ. ഇവിടെ ഒരു പോയിന്റ് എടുത്തു എ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു ബി കേട്ടോ. ഈ പോയിന്റ് ഇവിടെ നിന്നുള്ള ഈ ഹൈറ്റ് അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ അടിയിൽ നിന്ന് ഈ ദൂരം എടുത്താൽ മതി. ഈ എയിലെയും ബിയിലെയും പ്രഷർ സെയിം ആയിരിക്കും. Because they are on the horizontal level, they are at the same height, they are parallel. അപ്പൊ പാരലൽ ആയ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രഷർ സെയിം ആവണമല്ലോ. കാരണം പ്രഷർ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ പഠിച്ച പോലെ എഴുതണം, വീണ്ടും വേറെ കോലത്തിൽ എഴുതേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇവിടെ വരും, ഇത് നോക്കിയേ, ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് സി, ഇവിടെ ഒരു പോയിന്റ് ഡി, ഇവിടെ ഒരു പോയിന്റ് ബി. പക്ഷെ എ എന്നുള്ളത് ഇതിന്റെ ഉള്ളിലാന്നുള്ളത്, ഈ ട്യൂബിന്റെ ഉള്ളിലാന്നുള്ളൂ. പക്ഷെ ഒറ്റ ലെവലിൽ കിടക്കുന്ന പോയിന്റുകളാ. എ ബി സി ഡിക്ക് എടുത്താലും ഒറ്റ ലെവലിലെ പോയിന്റുകളാ. അതിന് ഞാൻ എയും ബിയും മാത്രം എടുക്കാണ്. എന്നിട്ട് ഞാൻ പറയും പി ഐ ഇസ് ഈക്വൽ ടു പി ബി. ഇവര് കാണാതെ പഠിക്കുക ചെയ്യണം സാധാരണ, പി ഐ ഇസ് ഈക്വൽ ടു പി ബി. ഞാൻ പറയും കാണാതെ പഠിക്കണം, നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചോളാം എക്സ്പ്ലനേഷൻ. അങ്ങനെ കാണാതെ പഠിച്ചാൽ നമ്മൾ സയൻസ് വെറുത്തു പോകും. പി ഐ ഇസ് ഈക്വൽ ടു പി ബി ആവുള്ള കാരണം ഞാൻ പറഞ്ഞുതരും. ഒരേ ലിക്വിഡിലെ ഒരേ സർഫസിലെ ഹൈറ്റിൽ കിടക്കുന്ന പോയിന്റുകളാണ്. ആ പോയിന്റ് എല്ലാ സ്ഥലത്തും പ്രഷർ സെയിം ആയിരിക്കും. പിന്നെ ആ എ അതിന്റെ ഉള്ളിൽപ്പെട്ടു പോയെന്നുള്ളൂ. എയുടെ മുകളിൽ കുറെ ആൾക്കാരുണ്ട്, അതൊക്കെ വേറെ. പക്ഷെ ഒരേ ലെവലിൽ കിടക്കുന്ന പോയിന്റുകൾക്ക് ഒരേ പ്രഷർ ആയിരിക്കും. പി ഐ ഇസ് ഈക്വൽ ടു പി ബി ഫ്രം ദ ഫിഗർ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്രേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആദ്യം എഴുതിയാൽ ഈ ഫിഗർ വരയ്ക്കുക, കാര്യങ്ങൾ പറയുക, പി ഐ ഇസ് ഈക്വൽ ടു പി ബി എന്ന് എഴുതുക. അതുകൊണ്ട് കുട്ടികൾ കാണാതെ പഠിക്കണേ. പക്ഷെ നിങ്ങൾ എഴുതണം നിർബന്ധമായിട്ട്, എന്തുകൊണ്ട് പി ഐ ഇസ് ഈക്വൽ ടു പി ബി ആയി. സംശയം ഇപ്പൊ ചോദിക്കണം. ഓക്കെയാണ്. ശരി, അങ്ങനെയാണെങ്കിലേ പി ഐ ഇസ് ഈക്വൽ ടു പി ബി എന്നൊക്കെ പറഞ്ഞു, ശരിയാ. പക്ഷേ പി എ കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ. കാരണം പി എ എന്ന് പറയുമ്പോ ഈ എയില് പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ മുകളിലത്തെ ഇത്ര ആൾക്കാർ ആക്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ട്, ഇത്ര ആൾക്കാർ. പി ബിയിൽ ആരാ ആക്ട് ചെയ്യണേ? മൂസിക് പോകുന്നത്. പി ബി ആരാ? പ്രഷർ അറ്റ് ബി. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രഷർ അറ്റ് ബി ആരായിരിക്കും? ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ആരാ പ്രഷർ അറ്റ് ബി. ഈ ബിയിലെ പ്രഷർ ആരാ? ഈ ബി എന്ന് പറയുമ്പോൾ പ്രഷർ ഉണ്ടാക്കണ ആരാ? തിരിഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയാമോ? ഏഞ്ചൽ ബേബി ഒന്ന് പറയാം. ഏഞ്ചൽ ബേബി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കാരണം ബിയില് ആരാണ് ആക്ട് ചെയ്യണേ? ഈ അറ്റ്മോസ്ഫിയറാണ് ആക്ട് ചെയ്യുന്നത്. ബി തുറന്നു വെച്ചാൽ എന്നാ എയില് ആരാണ് ആക്ട് ചെയ്യണത്? എയിൽ ആ മേളിലെ ലിക്വിഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ആ മെർക്കുറിയുടെ ആ ഹൈറ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ വാക്വായുള്ള പ്രശ്നമില്ല. അപ്പൊ പി ഐ ഇസ് പി ബി എഴുതിട്ട് പി യുടെ സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതും? പി യുടെ സ്ഥലത്ത് എച്ച് റോ ജി ഈസ് ഈക്വൽ ടു പി ബിയുടെ സ്ഥലത്ത് എന്ത് ചെയ്തു? പി എ അറ്റ്മോസ്ഫിയർ പ്രഷർ. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എഴുതുമ്പോ നിങ്ങൾ ഇതിനകത്ത് എഴുതിക്കോളണം. നിങ്ങൾ ഈ കമഴ്ത്തി എന്ന് പറഞ്ഞില്ലേ, അപ്സൈഡ് ഡൗൺ ആയിട്ട് കമഴ്ത്തി ചെയ്യുമ്പോൾ മെർക്കുറി എൻ്റർ ഇൻ ടു ദ ട്യൂബ് എന്ന് എഴുതിയില്ലേ, ടു എ ഹൈറ്റ് എച്ച് എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആവുമെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ടു എ ഹൈറ്റ് എച്ച് വരെ പൊങ്ങും എന്ന് എഴുതി വെച്ചോളാം. ഫിഗറിൽ കാണിച്ചാലും കുഴപ്പമില്ല. അത് എഴുതുമ്പോൾ ഒരു സെന്റൻസ് എഴുതണമല്ലോ, അതാണ് ഭംഗി, കംപ്ലീഷൻ. ഇവിടെ റോ ശരിക്കും ആരാ? ഈ എച്ച് റോജിലെ റോ ആരാ പറഞ്ഞ? ഈ റോ ആരാ? എച്ച് റോജിലെ റോ ആരാ? എച്ച് റോജിലെ റോ ആരാ? അതെന്തു രാജേഷ്? എച്ച് റോജിലെ റോ ആരാ? 13 into 10 raised to 3. അതെ. ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്. അത് മറന്നുപോകരുത്. അത് ആവശ്യത്തിന് ഇവിടെ വീണ്ടും എഴുതിക്കണം. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി. കണക്ഷൻ കിട്ടിയവർക്ക് അടുത്ത് പറയാൻ പറ്റുള്ളൂ. എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് മെർക്കുറി, HG, ഇൻസൈഡ് ദ ട്യൂബ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളാം. അത് മുകളിൽ പറയാം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാലും മതി.
നിർബന്ധമില്ല ഇന്ന സ്ഥലത്ത് കാണാതെ പഠിക്കണം, സംഭവം പറയണം, പക്ഷെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ വെച്ച് നോക്കി. ഇനി കേട്ടോ, വെൻ മെഷേർഡ്, ഇത് അളന്നപ്പോൾ, ഇത് അളന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊങ്ങില്ലോ, ഇത് അളന്നു കഴിഞ്ഞപ്പോൾ h is equal to കിട്ടിയത് 76 സെന്റിമീറ്റർ ആണ്. അളന്നപ്പോ കിട്ടിയത് 76 സെന്റിമീറ്റർ. ഏതാ ഈ പൊക്കം അളന്നു, ഈ താഴെ പൊക്കം അളന്നപ്പോ 76 സെന്റിമീറ്റർ കിട്ടി. Therefore, this അറിയാം, PA is equal to 76 സെന്റിമീറ്റർ. 76 സെന്റിമീറ്റർ മാറ്റണ്ടേ, ഈ ഫോമിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാ. 76 ഈ h സ്ഥലത്ത് 76 സെന്റിമീറ്റർ × 10⁻² into റോ, അവൻ പറഞ്ഞല്ലേ 13.6 into 10⁻³ into g 9.82. ഇതെല്ലാം ചെയ്തപ്പോ കിട്ടിയ വാല്യൂ എത്രയായിരിക്കും? ആരാ പറഞ്ഞേ? ഇതെല്ലാം ചെയ്തപ്പോ കിട്ടിയ വാല്യൂ എത്രയായിരിക്കും? ആരാ പറഞ്ഞേ? ഇത് നോക്കാതെ ആരാ പറഞ്ഞേ? ചെയ്ത് നോക്കാതെ ആരാ പറഞ്ഞേ? ബോധമുള്ള ആരാ പറഞ്ഞേ? ചെയ്ത് നോക്കാതെ എല്ലാവരും പറയണം. ചെയ്ത് നോക്കാതെ ഈ 76 സെന്റിമീറ്റർ മാറ്റി 76 × 10⁻² ആക്കി. ആ റോയുടെ ഡെൻസിറ്റി ഓഫ് റോ മെർക്കുറി ഇട്ട് കൊടുത്തു 13.6 into 10⁻³ into 9.8. എത്ര കിട്ടും? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? നോക്കാതെ 1 2 3 മൂന്നായിട്ടുള്ളൂ. 4 5 6 7 8 9 കൈകൾ കുറവാ. എല്ലാവരും പറയേണ്ടതായിരുന്നു, എല്ലാവരും പറയേണ്ടതാ. റെയ്മലെ ഒന്ന് പറഞ്ഞു നോക്കിയ റെയ്മലെ. 10⁻² - 2 into 10⁻³ ഒരു മിനിറ്റ് മുഹമ്മദ് അഷ്കർ എന്ന് പറയാൻ ചെയ്ത് നോക്കാതെ. അതാണ് ചെയ്ത് നോക്കണ്ട. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാക്കണേ. 1.013 into 10⁻5 പാസ്കൽ പഠിച്ചാക്കണേ. ഇത് നമ്മൾ പഠിച്ചാക്കണയാ. ഇതിങ്ങനെ ഇങ്ങനെയാ കണ്ടുപിടിച്ചെന്ന്. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യല്ലേ ചെയ്തേ. ഇത് കണ്ടുപിടിച്ച രീതിയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കണേ. അല്ലേ? ഇത് കണ്ടുപിടിച്ച രീതിയാണ് പഠിച്ചത്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? റൈറ്റ്. ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ് ഈ രീതി ഇപ്പൊ പഠിച്ചത്. പിന്നല്ലേ ഓക്കെ, ശരി, ക്ലിയർ. പറഞ്ഞോ, പ്രശ്നം പറഞ്ഞു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഇത് കണക്ഷൻ ഇല്ലാതെ പോകല്ലേ. ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കണക്ഷൻ ഇല്ലാതെ പഠിക്കല്ലേ, കണക്ഷൻ ഇല്ലാതെ പഠിക്കല്ലേ. അപ്പൊ മെർക്കുറിക് ബാരോമീറ്റർ ചോദിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറയണേ? ഒന്ന് പറഞ്ഞേ ഖദീജ, ഒന്ന് പറഞ്ഞ ഖദീജ പ്ലീസ്. എന്താ മെർക്കുറിക് ബാരോമീറ്റർ? ഹൗ ടോറിസെല്ലി മെഷേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇങ്ങനെ ചോദിച്ചാൽ എന്തൊക്കെ പറയും? ഖദീജ പോയാ? പറഞ്ഞോ. അപ്പൊ ആദ്യം അല്ല, എങ്ങനെ പറയും? എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിച്ചാൽ എങ്ങനെ പറയും? എങ്ങനെ ടോറിസെല്ലി അറ്റ്മോസ്ഫിയർ പ്രഷർ അളന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? എന്തൊക്കെ പറയുന്നു? പറഞ്ഞോ, എന്തൊക്കെ പറയും? എങ്ങനെ ടോറിസെല്ലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? എങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും? എന്തൊക്കെ പറയും? പറഞ്ഞ അനിറ്റ എന്തൊക്കെ പറയും? ഖദീജ അവിടെ സ്റ്റക്കായി. ഒന്ന് പറഞ്ഞ അനിറ്റ എന്തൊക്കെ പറയും? ആദ്യം ഒരു പാത്രത്തിൽ മെർക്കുറി എടുത്തു, പിന്നെ വീണ്ടും ഒരു ട്യൂബിന്റെ ഉള്ളിൽ മെർക്കുറി നിറച്ചിട്ട് അത് അങ്ങോട്ട് കമത്തി. എന്നിട്ട് അതെ, മെർക്കുറി കൂടെ ശരിക്കും മെർക്കുറി താഴ്ത്തിട്ട് ശരിക്കും മെർക്കുറി മൊത്തം അതിനകത്തേക്ക് ആവേണ്ടതാണ്. അപ്പൊ മെർക്കുറി താഴും, അതിന്റെ ലെവൽ താഴും. ശരിക്കും നമ്മൾ അങ്ങനെ താഴൂന്നല്ല പറയണ്ടേ, കമത്തി ഇങ്ങോട്ട് കമത്തിക്കുമ്പോൾ ശരിക്കും മെർക്കുറി ആ കംപ്ലീറ്റ് മെർക്കുറിയിലേക്ക് ആ ഉള്ള മെർക്കുറിയിലേക്ക് കൂടിച്ചേരേണ്ടതാണ്. പക്ഷെ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ എന്ത് പറയും? തിരിച്ചാ പറയണ്ടേ. എന്ത് പറയും? മെർക്കുറി എന്ത് ചെയ്തു?
ട്യൂബിന്റെ ഉള്ളില് ഇത് പറയാ ട്യൂബിന്റെ ഉള്ളിലേക്ക് തിരിച്ചാ പറഞ്ഞ ട്യൂബിന്റെ ഉള്ളിലേക്ക് മെർക്കുറി റൈസ്ഡ് അപ്പ് എന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് കേറി, ട്യൂബിന്റെ ഉള്ളിലേക്ക് കയറി. ശരിക്കും ട്യൂബ് ഒഴിച്ചെന്താ സംഭവിക്കും? ഒരു ഗ്ലാസ്സിൽ വെള്ളത്തോട്ട് ഒഴിച്ചാൽ വെള്ളം അതിനകത്തേക്ക് ആവുകയുള്ളൂ. പക്ഷെ ഇത് ഉള്ളിലേക്ക് ട്യൂബിന്റെ ഉള്ളിലേക്ക് മെർക്കുറി റൈസ്ഡ് അപ്പ്. ഓക്കെ, അങ്ങനെ ഇനി പിന്നെന്ത് പറയും? ബാക്കി എന്ത് പറയും? റൈസ്ഡ് ടു എ, എനിക്ക് ഒരു മിനിറ്റ്, റൈസ്ഡ് ടു എ ഹൈറ്റ് എച്ച്, ഒരു എച്ചിലേക്ക് പോകും. എന്നിട്ട് അത് നോട്ട് ചെയ്യും. പറയാൻ പറ്റണമല്ലോ. എന്നിട്ട് മേളിൽ എന്ത് ക്രിയേറ്റ് ചെയ്തു? മേളിൽ വാക്വം ക്രിയേറ്റ് ചെയ്തുള്ള പേര് പറയണം. ഇതൊക്കെ പറഞ്ഞിട്ട് ബുക്കിലുണ്ടോ നോക്കണോട്ടോ, അതാണ് ഞാനീ പറയണത്. പിന്നെ അതെ, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിന്റെ ഇച്ചിരി നല്ല ഭാഗം എന്താ പറയുന്നത്? ഈ പോയിന്റുകൾക്ക് എല്ലാവരും ബുക്കിലുണ്ടോ നോക്കണം. അറ്റ്മോസ്ഫിയർ പ്രഷർ ഈ മെർക്കുറി ആ വാക്വത്തിലേക്ക് തള്ളു. അറ്റ്മോസ്ഫിയർ പ്രഷർ ട്രൈസ് ടു push the mercury into that vacuum. ഇംഗ്ലീഷിലാണ്. പിന്നെ അങ്ങനെ മെർക്കുറി ട്യൂബിലേക്ക് റൈസ് ചെയ്യും. ശരി, പിന്നെ ഫ്രം ദ ഫിഗറിൽ നമ്മൾ പറയും പ്രഷർ അറ്റ് എ ഈക്വൽ പ്രഷർ അറ്റ് ബി ആണ്. പിന്നെ എച്ച് പറയും, എ പറയും, ഡെൻസിറ്റി മുന്നോട്ട് പോട്ടെ. അടുത്തത് ഇനി ഞാൻ വേറെ സാധനം പറഞ്ഞു. ഇതേ ഐഡിയ വെച്ച് വേറെ സാധനം പറഞ്ഞു. നമ്മുടെ കയ്യിൽ അടുത്ത ഹെഡിങ് ആട്ടോ. അപ്പൊ ഇതാണ് മെർക്കുറി പാരാമീറ്ററിന്റെ പരിപാടി. അടുത്ത ഹെഡിങ്, നമ്മുടെ കയ്യില് ഒരു വെസൽ ഉണ്ട്. ഒരു വെസൽ, ഇതിന്റെ ഉള്ളിൽ എന്തോ ഗ്യാസ് ഒക്കെ നിറച്ച് ഭയങ്കര പ്രഷറാണ്. പി എത്രയെന്ന് അറിയാൻ പാടില്ല. ഈ പ്രഷറിനെ അളക്കണം. ഇതാണ് അടുത്ത പണി. ഓക്കെ, അതായത് ഈ നമ്മുടെ ഒരു വെസല് എന്തോ ഒരു റൂമിന്റെ ഉള്ളിൽ ഭയങ്കര പ്രഷർ. ഇത് നമ്മുടെ ഒരു പാത്രത്തോട് ഭയങ്കര പ്രഷർ. ഈ പ്രഷർ നമുക്ക് അളക്കണം. ഇത് അളക്കണം. അത് അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലല്ലോ, നമ്മുടെ ശരീരത്തിലെ പ്രഷറും അല്ല, വേറെ പ്രഷറാണ്. ഇതെങ്ങനെ അളക്കും? എങ്ങനെ അളക്കും എന്നാണ് അടുത്ത ചോദ്യം. ആർക്കെങ്കിലും പറയാം എങ്ങനെ അളക്കും ഇതിന്റെ പ്രഷർ? വളരെ എളുപ്പമാണ്. യൂട്യൂബ് ഉപയോഗിച്ചാൽ മതി. യൂട്യൂബ് ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ അളക്കാം. എങ്ങനെയൊക്കെയാണ് ഇവനെ യൂട്യൂബ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ന് പറഞ്ഞേ. യൂട്യൂബ് ഉപയോഗിച്ച് എങ്ങനെ അളക്കുന്നത്? യൂട്യൂബ് ഉപയോഗിച്ച് വളരെ ആൾക്കാർ നമ്മൾ സാധാരണ യൂട്യൂബ് നിങ്ങൾക്ക് വന്നാൽ നമ്മുടെ ബെഞ്ചുള്ള യൂട്യൂബ് അല്ലേ. ഞാൻ എന്താ പറയുക, യൂട്യൂബ് ആൾക്കാർ യൂട്യൂബിൽ നോക്കി അളക്കാന്നല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു യൂട്യൂബിന് വരയ്ക്കാൻ പോവാ, അതാണ് ഉദ്ദേശിച്ചത്. നീ ചിരിക്കണമെന്ന് യൂട്യൂബിന് വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക, യു ഷേപ്പിലെ ട്യൂബ്. അതിന് നമ്മൾ യൂട്യൂബ് തന്നെയാണ് ഫിക്സ് ചെയ്തത്. യൂട്യൂബ് നമ്മൾ ഉപയോഗിക്കും. യു ഷേപ്പ്, യു ലെറ്റർ ഷേപ്പ് ട്യൂബ് നമ്മൾ ഉപയോഗിക്കും. അതാണ് യു. അല്ല നമ്മുടെ യൂട്യൂബ് അല്ല. നിങ്ങൾ ട്യൂബിലായി എന്നുള്ള ആ ട്യൂബ് അല്ല, ആ യൂട്യൂബ് അല്ല. എന്തായി ഇങ്ങനെ യു ഷേപ്പിലുള്ള ട്യൂബാണ്. ഇങ്ങനെ ട്യൂബ് നേരിട്ടത് ഭംഗിയായിട്ട് വരയ്ക്കണ്ട, വളച്ച് വെച്ച് ഒരു ട്യൂബ് അതിനകത്തേക്ക് പിടിപ്പിക്കും. ഇതിനകത്തേക്ക് ഈ പ്രഷർ ഏതാണോ അളക്കണ്ടേ, ഈ പി ആട്ടോ നമുക്ക് അളക്കണ്ടേ, അതിനകത്തേക്ക് യു ഷേപ്പുള്ള യു ട്യൂബ് പിടിപ്പിക്കും. അതിനകത്തൊരു ലിക്വിഡ് അങ്ങോട്ട് നിറയ്ക്കും. ലിക്വിഡ് അങ്ങ് നിറയ്ക്കും. അപ്പൊ ഈ ഗ്രീൻ കാണിച്ചിരിക്കുന്നതാണ് ലിക്വിഡ്. ലിക്വിഡ് ഈ ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അളക്കാണത്, മെഷർ ചെയ്യാറ്. ടു ബി മെഷേർഡ്, അളക്കാനുള്ളത്. അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ വലിച്ചു വാരിയൊന്നും എഴുതണ്ട. ഈ ഫിഗർ വരയ്ക്കുക, നിങ്ങൾക്ക് കാര്യം അത് തിരിയണം. മറ്റല്ലാതെ പഠിക്കാൻ പോയാൽ ഇതൊന്നും പഠിപ്പിക്കാതെ വേറെ സാധനങ്ങൾ ഡയറക്ടറിലൊക്കെ മാത്രം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്ന സ്ഥലത്തെയാണ് പ്രഷർ നമുക്ക് അളക്കേണ്ടത്. ആ പ്രഷർ നമ്മൾ എന്തെന്ന് വിളിച്ചാണ് പി. സോ പി ഇസ് എ പ്രഷർ that we are supposed to measure. അളക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പി ആണ്. ശരി,
നമ്മളിത് യൂട്യൂബ് പിടിപ്പിച്ചു, യൂട്യൂബ് എന്നാ പിടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിളിക്കുന്ന പേരാണ് യൂട്യൂബ് മാനോമീറ്റർ. ഈ മാനോമീറ്റർ എന്ന് വെച്ചാൽ ബാക്കിയുള്ള കണക്കാണ്, ബാരോമീറ്റർ ആണ് മറ്റേ അറ്റ്മോസ്ഫിയർ. ബാക്കിയുള്ള മാനോ എന്നാ, മാനോ MANO, സ്പിഗ്മോ മാനോമീറ്റർ എന്നാണ്. മാനോമീറ്റർ എന്ന് വെച്ചാൽ പ്രഷർ അളക്കുക, ചെറിയ പ്രഷർ അളക്കുക. അപ്പൊ ഇത് യൂട്യൂബ് ഉപയോഗിച്ച് മാനോമീറ്റർ, അപ്പൊ യൂട്യൂബ് ഉപയോഗിച്ച് പ്രഷർ അളക്കുക, അതാണ് യൂട്യൂബ് മാനോമീറ്റർ. വേറൊരു പേരോടെ ഉണ്ട്, ഓപ്പൺ ട്യൂബ്. ഓപ്പൺ ട്യൂബ് എന്നൂടെ പറയാറുണ്ട്, മാനോമീറ്റർ, രണ്ടും ഒന്ന്. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, യൂട്യൂബ് മാനോമീറ്റർ. അപ്പൊ ചില പരീക്ഷയ്ക്ക് ചോദിക്കേ യൂട്യൂബ് മാനോമീറ്റർ എങ്ങനെ വർക്ക് ചെയ്യാൻ, അത്രയ്ക്ക് ചോദ്യമുള്ളൂ. അപ്പൊ ഒരു വെസലിലെ ഒരു സ്ഥലത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. നമ്മൾ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു മാനോമീറ്റർ യൂട്യൂബ് പിടിപ്പിച്ചിട്ട് യു ഷേപ്ഡ് ട്യൂബ് എന്ന് പറയും. അപ്പൊ ഒരു പോയിന്റ് അതാണ്, നമ്മൾ എന്ത് പിടിപ്പിക്കും, യു ഷേപ്ഡ് ട്യൂബ് പിടിപ്പിക്കും. അതിന്റെ ഉള്ളിൽ എന്ത് നിറയ്ക്കും, ഒരു ലിക്വിഡ് നിറയ്ക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ഉള്ളിൽ നല്ല പ്രഷറാണ് നമുക്ക് അളക്കണം. ഈ ലിക്വിഡ് നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഈ പച്ച ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മൾ സപ്പോസ് ലിക്വിഡ് ഇങ്ങനെ ഒഴിക്കുക, എന്ത് സംഭവിക്കും? ഈ ലിക്വിഡ് അതിന്റെ ഉള്ളിലേക്ക് കയറും, എന്ത് സംഭവിക്കും? ആരാ പറഞ്ഞു എന്ത് സംഭവിക്കും? അർജുൻ അനീഷ് എന്ന് പറയാം, എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അർജുൻ അനീഷ് എന്ത് സംഭവിക്കും? ഈ ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്ന ഈ ട്യൂബിലേക്ക് ഈ ലിക്വിഡ് ഇങ്ങനെ കയറി വന്ന് ഇങ്ങോട്ട് കയറി വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് പോയി നിറയും. ഇവിടെ നിറയും, അതാണോ? നിറയും. എപ്പോഴാണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ നിറയും. ഇതിന്റെ ഉള്ളിൽ എന്തോ ഗ്യാസ് വന്ന് പ്രഷറാണ് അതിന്റെ ഉള്ളിൽ. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ കയറുവോ? അതാണ്, അതിന്റെ ഉള്ളിൽ പ്രഷറിനനുസരിച്ച് അവൻ വരുള്ളൂ. പ്രഷർ ഒരു പർട്ടിക്കുലർ വാല്യൂവിനനുസരിച്ച് വന്നിട്ട് അവൻ ഇവിടെ എവിടെ നിൽക്കും. പ്രഷർ കുറവാണെങ്കിൽ അവൻ പറഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കയറും. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കും, ഇങ്ങനെ വന്ന് സ്ഥലത്ത് വന്ന് നിൽക്കും. ഡ്യൂ ടു പ്രഷർ the liquid become stationary. ലിക്വിഡ് പിന്നെ ഇറ്റ് വിൽ നോട്ട് എൻഡർ, അതിനുള്ളിലേക്ക് കടക്കില്ല. നിങ്ങളുടെ എഴുതിക്കോട്ടോ, അല്ലാതെ പറയാൻ പറ്റുന്നില്ല. അവനോട് ചോദിച്ചിട്ടോ, തെറ്റിപ്പോകില്ല. അതിന്റെ താഴെ നിങ്ങൾ എഴുതി വെച്ച ഒരു പോയിന്റ് ആയിട്ട് തന്നെ മറക്കണ്ട. പ്രഷർ, ഡ്യൂ ടു ദ പ്രഷർ ഇൻസൈഡ് ദ വെസൽ, liquid cannot enter into that one. Liquid become stationary. Liquid becomes stationary. നീ കേട്ടോളൂ, ഇനിയാണ് കളി, ഇനിയാണ് നമ്മുടെ പണി. എന്താണെന്നറിയാം, ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. അപ്പൊ അത്ര എഴുതി വെച്ചു പിള്ളേർ. ഇനി നമ്മൾ വീണ്ടും ഫിഗറിൽ ഇത് ഒരു പോയിന്റ് എ എടുത്തു, നേരെ ഉള്ള ഒരു പോയിന്റ് എടുത്തു, ബി എടുത്തു. ഓക്കെ, ചോദിച്ചോളൂ, കേട്ടോളൂ. ഫ്രം ദ ഫിഗർ നേരത്തെ ഫ്രം ഫിഗർ എന്ത് ക്ലിയർ ആണ്? ഒരു കാര്യം മനസ്സിലാവും. പി അറ്റ് എ ആരാ പറഞ്ഞത്? പി അറ്റ് എ ആരാ പറഞ്ഞത്? ഹൺഡ്രഡ് ചെയ്ത് പി അറ്റ് എ പറഞ്ഞ ഇർഫാൻ അഷ്റഫെ, പി അറ്റ് എ ഒരു ഐഡിയ കിട്ടൂല നമുക്ക്. അബ്സല്യൂട്ട്ലി, ബിക്കോസ് ദേ ആർ അറ്റ് ദ സെയിം ലെവൽ. കാരണം അറിയില്ലാത്തവർ സെയിം ഹൊറിസോണ്ടൽ ലെവൽ, അത് വേണ്ടാത്ത വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. സെയിം ലെവലിൽ കഴിഞ്ഞാൽ പി അറ്റ് എ ഇസ് ഈക്വൽ ടു പി അറ്റ് ബി. ഇനിയാണ് നിങ്ങൾ ഇത്ര നേരത്തെ ഞാൻ പഠിപ്പിച്ച ഐഡിയ ഉപയോഗിക്കുന്നത്. പി അറ്റ് എ എന്താണ് എഴുതിക്കുക, പി അറ്റ് ബി എന്താണ് എഴുതിക്കുക? കാണട്ടെ, ബോധം ഉണ്ടോ നോക്കട്ടെ. ബോധം. ഇത് തുറന്നിരിക്കട്ടോ, ആലോചിച്ചോളൂ. ഇത് തുറന്നിരിക്കുകയാണ്, അതാണ് ഓപ്പൺ ട്യൂബ്, തുറന്നിരിക്കുകയാണ്. പി അറ്റ് എ എന്താണ് എഴുതണ ഞാൻ കാണട്ടെ, പി അറ്റ് ബി എന്താണ് എഴുതണ കാണട്ടെ. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എന്താ എഴുതുന്ന കാണട്ടെ. ഞാൻ ഇത്ര നേരം കിടന്ന് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ആരാ പറഞ്ഞത്? അപ്പൊ അലീഫയ്ക്ക് ഇരിക്കാൻ പഠിച്ചല്ലോ. ഓഹോ, അലീഫ ഇപ്പൊ അതിന്റെ ഭംഗിയായിട്ടാണല്ലോ ഇരിക്കണേ. ആരാ പറഞ്ഞേ? അലീസാർ അവിടെ ആളെപ്പോ ഈ റേഞ്ച് ഇല്ലാത്തതിന്റെ കുറവ് കിട്ടുന്നില്ല. അലീസാർ ആരാ പറഞ്ഞ? ഹാൻഡ് റൈസ് ചെയ്തേ. പി അറ്റ് എ, പി അറ്റ് ബി. ഇഷാര ഒന്ന് പറഞ്ഞു നോക്കട്ടെ മോളെ. പി അറ്റ് എക്ക് പകരം എന്ത് കൊടുക്കും?
കേട്ടില്ല നമ്മളെ? P@Aക്ക് പകരം H റോജി കൊടുക്കാന്ന മരിയ ഇഷാര പറയുന്നത് P@Aക്ക് പകരം H റോജി കൊടുക്കാന്ന ഉണ്ടോ? എവിടെ P@A? ശരി, ഞാൻ വേറെ ആർക്കെങ്കിലും ഉണ്ടോ P@Aനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയണ്ടോ? ആർക്കെങ്കിലും P@Aനെ കുറിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആലോചിച്ചോ, നിങ്ങൾ ആലോചിച്ചോ, ശരിക്കും ആലോചിച്ചോ. ഇത് തിയറി തമ്മിലുള്ള കളിയാണ്. ക്രിസ്ത്യൻ പറഞ്ഞേ P@Aക്ക് വരെ എന്തെങ്കിലും പറയാനുണ്ടോ? ചോദ്യം ഉണ്ടാവില്ലേ? കേട്ടെ, കുഴപ്പമില്ല. പിന്നെ വീണ്ടും വേറെ പറഞ്ഞോ. ആരാ? അല്ല, 2 സ്ഥലത്തും എയറിന്റെ ഇതില്ലേ, അപ്പൊ 2 വീക്കില് എയറിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാവില്ലേ? നോക്കാം. ശരിയാണ്. ഫാത്തിമ ഷീജു പറഞ്ഞേ. ബ്രില്യന്റ് കേട്ടോ. അതായത് പുള്ളി കേട്ടോ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ടല്ലോ മോനെ, ഇവിടെ എയർ ഇല്ല. ഇത് ഞാൻ വലിയ എയറായിട്ട് വല്ല ടച്ചുണ്ടായിരുന്നു, ഒരു ടച്ചില്ല. ഇതിന്റെ ഉള്ളിൽ എത്രയാണോ പ്രഷർ, ആ പ്രഷർ കാരണല്ലേ മോനെ ഇവരും കൂടെ കയറാത്ത. അപ്പൊ ഇവിടെ ആരാ ആക്ട് ചെയ്യണേ? ഇവിടെ ആക്ട് ചെയ്യണ പ്രഷർ ഇൻസൈഡ് ദ വെസൽ ദാറ്റ് വി ആർ സപ്പോസ് ടു മെഷർ. ഇത് നിങ്ങളിങ്ങനെ കണക്ട് ആവട്ടെ സയൻസിന് ഇക്വേഷനിൽ. എന്താണോ നമ്മൾ അളക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതല്ലേ മോനെ അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കണേ. അതല്ലേ അവിടെ ആക്ട് ചെയ്തു. അപ്പൊ P@A എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് വി വാണ്ട് ടു മെഷർ ദ പ്രഷർ. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു മെഷർ. P. അപ്പൊ അപ്പൊ നിങ്ങളത് എഴുതിക്കൊള്ളണം. വേണമെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എഴുതി വെക്കണം. പരീക്ഷയ്ക്ക് വേണ്ട, പരീക്ഷയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട. പക്ഷെ കാണാതെ പഠിക്കരുത്. ദൈവത്തോട് നിങ്ങൾ കാണാതെ പഠിക്കരുത്, നിങ്ങൾ ഇല്ലാണ്ടായിരിക്കും. അപ്പൊ പ്രഷർ അറ്റ് Aക്ക് പകരം P എന്ന് കൊടുക്കുക. ഇസ് ഈക്വൽ ടു പ്രഷർ അറ്റ് Bക്ക് പകരം അല്ല. ഇനി അടുത്ത കാണട്ടെ. അബിദ ബക്കർ. കേക്കട്ടെ, ചിരിച്ചിട്ട് കാര്യമില്ല, സംഭവം ആൻസർ കേക്കട്ടെ. പ്രഷർ അറ്റ് Bക്ക് പകരം എന്ത് പറയും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അബിദ പോലെ പോവാ പോലെ. അതായത് മോള് പറഞ്ഞത് ഇവിടെ ആരാ ആക്ട് ചെയ്യണേ? ബിയിൽ ആരാ ആക്ട് ചെയ്യണേ? അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇവിടെ നിന്നുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ. ഓക്കെ, ചോദിക്കട്ടെ. അപ്പൊ ഇവിടെയോ? ഇവിടെ ആരാ ആക്ട് ചെയ്യണേ? അപ്പൊ ഇവിടെ ആരാ ആക്ട് ചെയ്യണേ? ബിയില്. എയിലല്ല, ഈ ബിയില്. ഇവിടെ നോക്കി ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ പോയിന്റ് കേട്ടൊക്കെ സീല്. അതിപ്പോ പരീക്ഷയ്ക്ക് വേണ്ട. സീൽ ആരാ മോളെ ആക്ട് ചെയ്യണേ? ബിയിലോ മോളെ? അപ്പൊ ബിയിലും അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണോ? ഏന്നുള്ള പ്രഷർ ആരാ പറയണേ? ഹാൻഡ് റൈസ് ചെയ്ത് ചിന്തിച്ച് കണക്ട് ചെയ്ത് തിയറിനെ കണക്ട് ചെയ്ത് ആരാ പറയണേ? ഇതല്ല, ഇറ്റ്സ് യുവർ ചാൻസ്. ഇതല്ല, ബ്രില്യന്റ്. ഷീ ഈസ് ബ്രില്യന്റ് ബട്ട് വെരി സൈലന്റ്. അതാണ് പറച്ചിലൊക്കെ വളരെ പയ്യെ പറഞ്ഞത്. ബ്രില്യന്റ് ആൻസർ ആയിരിക്കും. ഈ ഹൈറ്റോടെ എടുക്കണം. ഈ ഹൈറ്റ് കണ്ടോ? ഓഫീസർ നോക്കിയേ. ഈ ബിയില് ഇവിടെ മുതലുള്ള ലിക്വിഡോട് ആക്ട് ചെയ്യും. ലിക്വിഡിന്റെ ഉള്ളിലെ പോലെ ആ പോയിന്റ്. ടോപ്പിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ട് ചെയ്യും. ഇത് നമ്മൾ ഉള്ളിലൊരു പോയിന്റ് എടുക്കുമ്പോൾ ആ H റോജിയോട് എടുക്കാം. H പ്രഷർ. ഞാൻ ഇതിനാണ് ഇത്രയും സമയം കളഞ്ഞത്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ബ്രില്യന്റ്. ഒരാളെങ്കിലും ക്ലാസ്സിൽ, അതാ ഞാൻ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞു, ഒരാളെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവും. കാരണം ശ്രദ്ധിച്ചിരുന്ന ആൾ കിട്ടിയ. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്നാണോ അതിന്റെ അർത്ഥം? നോക്കി പറയാൻ പറ്റില്ല. ഇതൊന്നും ഇത്ര നാൾ ഞാൻ പറഞ്ഞതില് വേണ്ടവർക്ക് അത് കിട്ടിയതാണല്ലോ. അപ്പൊ ഇനി കിട്ടാത്തവരൊന്ന് ശ്രമിച്ചാൽ കിട്ടൂന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ H റോജിയോടെ എടുക്കണം. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ P അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ്. കാണാതെ പഠിക്കരുത്. ഇച്ചിരി സമയം കളഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ചിന്തയും ഡെവലപ്പ് ആവും അതിനനുസരിച്ച് പഠിക്കുമ്പോൾ. അപ്പൊ എന്താവും? ബിയുടെ സ്ഥലത്ത് PA പ്ലസ് H റോജി. ബിക്കോസ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ബി എന്ന് പറഞ്ഞ പോയിന്റ് മുങ്ങിക്കിടക്കുന്ന പോയിന്റ് ആണ്. എവിടെ? ഒരു ലിക്വിഡിൽ മുങ്ങിക്കിടക്കുന്ന പോയിന്റ് ആണ്. അപ്പൊ സബ്മറൈൻ മുങ്ങിക്കിടക്കും പോലെ
ഒരു സ്വിമ്മർ മുങ്ങിക്കിടന്ന പോലെ. അപ്പൊ അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചേ? പി എ പ്ലസ് എച്ച് റോ ജി. അപ്പൊ പി ബി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി, വേർ എച്ച് ഇസ് ദ ഹൈറ്റ് ഫ്രം ദിസ് ലെവൽ. ഈ ലെവലിൽ നിന്ന് എടുത്ത ഹൈറ്റ് ആണ് എച്ച്. റോ, വാട്ട് ഈസ് റോ? നന്ദന ബിജു, വാട്ട് ഈസ് റോ? നന്ദന ബിജു, ഹലോ. വാട്ട് ഈസ് റോ? എവിടത്തെ ട്യൂബിലെ absolutely density of the liquid which is filled in the tube. അപ്പൊ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? You can find the pressure inside the vessel. കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? പി എ അറ്റ്മോസ്ഫിയർ ഫിക്സ്ഡ് ആണ് പ്ലസ്. അപ്പൊ നിങ്ങൾ ട്യൂബ് ഒഴിച്ചാൽ മതി. എന്നിട്ട് എത്ര പൊക്കത്തിലെ വന്ന് നോക്കാം. ഒരു ഗ്ലാസ് വെസലിലെ ട്യൂബ് എടുത്തിട്ട് ഈ കെട്ടറമണിക്കാരൊക്കെ ചെയ്യുന്ന ട്യൂബ് ഉണ്ടല്ലോ, ആ കെട്ടറമണിക്കാരെ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആട്ടോ വാട്ടർ ലെവൽ നോക്കണം. ഇതുപോലെയാ. ഇപ്പൊ നോക്കിയിട്ട് പൊക്കങ്ങൾ നോക്കുക. മൾട്ടിപ്പിൾ ഈ റോ അതിനകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടാവും. എച്ച് ഇവിടെ പോലെ പൊക്കം, ഈ പൊക്കം നോട്ട് ചെയ്യണം. വേറെ എച്ച്. അപ്പൊ ഇവിടെ എഴുതണം വേറെ എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് in the tube from B to the surface. ചുമ്മാ നമ്മുടെ ഭാഷയിൽ എഴുതിയാൽ മതി. നിങ്ങളത് കാണാതെ പഠിക്കണ്ടെന്നേ. നിങ്ങൾക്ക് തോന്നുന്ന ചിലപ്പോ ടോപ്പിൽ നിന്നും ബി വരെയാണ്, അങ്ങനെ എഴുതിക്കോ. It is a distance from top of the liquid to B in the tube. നിങ്ങൾക്ക് എഴുതിയാൽ മതി. എഴുതണം. റോ എഴുതും. റോ എഴുതി അർജുന അനീഷ. റോ എന്താ? റോ ലിക്വിഡ് ഫുൾ ആയിട്ട് പറ. എന്താ? ട്യൂബ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഓപ്പൺ ട്യൂബ് നാനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഫാത്തിമ എക്സാമ്പിൾ 10.3 എന്താ നോക്കിയ മോളെ? വായിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ശരി, അത് ഞാൻ അതിന് മുമ്പ് പറഞ്ഞ കേസാ. 10.4 നമ്മൾ പറഞ്ഞു. 10.4 നമ്മൾ ചെയ്തു അല്ലെ ഫാത്തിമ? 10 എക്സസൈസ് നിർത്തിയപ്പോൾ 10.6 എക്സസൈസില് 10.6 എക്സാമ്പിൾ 10.3 ഞാൻ പറഞ്ഞതാ. വേറെ പോലെ എച്ച് കണ്ടുപിടിച്ചത് കാണിച്ചതാ. എക്സസൈസ് 10.6 വായിച്ച പോലെ ബാക്കില് നോക്കട്ടെ. ക്വസ്റ്റിന് ആവശ്യമുള്ളതാണ്. വേണ്ട വേണ്ട, അതിപ്പോ ചെയ്യാറായിട്ടില്ല. അത് കുഴപ്പമില്ല. നല്ല ക്വസ്റ്റ്യൻ ആണ്. പിള്ളേര് വായിച്ചോട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. വേണ്ട വേണ്ട, നിങ്ങൾ നോക്കി വെച്ചോ. കുറച്ച് എക്സ്ട്രാ ഒക്കെ വായിക്കുന്നവരും പഠിക്കുന്നവർക്ക് ഒന്ന് നോക്കി വെച്ചോ, നല്ലതാണ്. ഓക്കെ, അപ്പോ നമുക്ക് പിന്നെ അത് മതി. അപ്പൊ ഇനി നമുക്കുണ്ട്. ഇനി നമുക്ക് ഫ്ലൂയിഡ് ഡയനാമിക്സിലേക്കാണ് കടന്നത്. ഡയനാമിക്സ് തീർത്തു വെച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോലെ പറയാന് തീർത്തിട്ടില്ല. ഫ്ലൂയിഡ് ഡയനാമിക്സിലേക്കാണ് ഇനി നമ്മൾ. അപ്പൊ നിങ്ങളെ എന്തെങ്കിലും ഫീഡ്ബാക്ക് എടുക്കണ്ട പിള്ളേർ. അപ്പൊ പിള്ളേര് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ വെറുതെ ഓർക്ക് ഒരുപാട് റിസ്ക് നമ്മൾ ചെയ്യുകയാണ്. ഈ +1 കുട്ടികളെ ഞാൻ ഓൾറെഡി പറഞ്ഞത് +1 കുട്ടികളാണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സ്കൂളിൽ പഠിക്കുന്നു, ഇവിടെ പഠിക്കുന്നു. നമ്മളൊരു സിലബസ് സെറ്റ് ചെയ്ത് അത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സ്കൂളിൽ CBSE കുട്ടികളുണ്ട്, സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഒന്നും ആവാത്ത കുട്ടികളുണ്ട്, കൂടുതലായ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് മാറ്റം വരുത്തുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും ശരി, എന്റെ ഒരു സ്റ്റൈലിൽ മാത്രം പോയാൽ പറ്റില്ല. അത് ടീച്ചറാണെങ്കിലും ശരി, മാത്സ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത് വിലയേറിയ അഭിപ്രായങ്ങളാണ് എഴുതുന്നത്.
തമാശക്ക് ഫീഡ്ബാക്ക് എഴുതാൻ പറയണല്ല. അപ്പൊ നിങ്ങൾ ആ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, അതിനകത്ത് ആ താഴത്തെ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചിപ്പിക്കാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഫിസിക്സ് പഠിച്ചതിലെ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ അത് എഴുതി വെക്കുക. എന്നിട്ട് ബാക്കിയൊന്ന് ഫില്ല് ചെയ്യുക. സച്ചിനെ പിള്ളേര് ഫില്ല് ചെയ്തോളില്ല, അറിയാൻ പാടില്ലേ, ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ കയറി പിള്ളേര് ലെഫ്റ്റ് ആവാതെ ഗ്രൂപ്പിൽ കയറി ഫില്ല് ചെയ്ത ശേഷം ഇവിടെ കമന്റ് ബോക്സിൽ ഓക്കെ ഇട്ടിട്ട് വരിക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ, താങ്ക് യു. നീ ഇന്നലെ നേരെ വിളിച്ചത് ഇവർക്കല്ലേ സെയിം ആണോ? 3 ദിവസം ഓപ്ഷൻ 2 ഓപ്ഷൻ 2